ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് പക്ഷേ കേരളത്തിലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു പാഠശാല തന്നെയാണ്. കാരണം കേരളം എന്ന് കേട്ടാൽ അഭിമാനം കൂടുതൽ കവി ഭാവനകളൊക്കെയാണ് നമ്മൾ യാതൊരു തരത്തിലുള്ള വിമർശന ബോധവുമില്ലാതെ ദേശീയ സ്വത്വങ്ങളെ വഴി സ്വീകരിക്കുന്ന വിധി ധാരാളമാണ്. വളരെ നിർണായകമായിട്ടുള്ള ചില സാഹചര്യങ്ങളിൽ സ്വന്തം വിശ്വാസം തെറ്റായിരുന്നു എന്ന് വസ്തുനിഷ്ഠമായിട്ട് തെളിയിക്കപ്പെടുമ്പോഴാണ് പക്ഷേ അത്തരത്തിലുള്ള വ്യാജമായ ആത്മാഭിമാനത്തിന് ഓറലേൽക്കുകയും നമ്മളൊരു കുതിരയിലേക്ക് മാറുകയും ചെയ്യും. എനിക്ക് 22-23 വയസ്സുള്ള സമയത്ത് ബീഹാറിയായിട്ടുള്ള ഒരു സുഹൃത്ത് കേരളത്തിലെ ഭൂമി വിതരണവും ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കണക്കുകൾ പരിശോധിച്ചപ്പോൾ അതായത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അയാളോട് വളരെ കോപിക്കും. അപ്പൊ അത് ഇങ്ങനെ നമ്മുടെ നാടിനെയൊക്കെ അപമാനിക്കുന്ന ഒരു ആളായിട്ടാണ്. അപ്പൊ എന്റെ രാജ്യാഭിമാനത്തിന്റെ പേരിലൊക്കെ കോപിക്കും. പക്ഷെ പിന്നീട് ഞാനത് നോക്കിയപ്പോഴത്തേക്ക് അതിന്റെ ആകെ എക്രേജ്, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺസ്, അതിന്റെ ഫെർട്ടിലിറ്റി മെട്രിക്സ് ഇതെല്ലാം നോക്കുമ്പോഴത്തേക്ക് പിൽക്കാലത്ത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തന്നെ പഠനത്തിലൂടെ തെളിയിച്ചിട്ടുള്ള നിർണായകമായ പ്രശ്നങ്ങളുള്ള ഒരു കാര്യമായിരുന്നാണ് ഇതിന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നതിന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ഒരു കുഴപ്പമില്ല എന്നുള്ളത് പക്ഷേ കാരണം അതുകൊണ്ട് പോയിട്ട് വലിയ കാര്യം സണ്ണി എന്ന കവിതാണ് കേരളത്തിലെ കഴിഞ്ഞ ഒരു കുറഞ്ഞത് 3 പതിറ്റാണ്ടായിട്ടും പൊതുവേദികളിൽ ഉന്നത വിദ്യാഭ്യാസം നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട അധ്യാപകരിൽ ഒരാളായിട്ടാണ് ഞാൻ സണ്ണി NSS കോളേജിൽ നിന്നും ഫിലോസഫിയില് അല്ലെ MA ഫിലോസഫിയാണ് സണ്ണിയുടെ വിഷയം. ഫിലോസഫിയിലെ ഞാൻ കണ്ടിടത്തോളം ഈ പറയുന്ന ഒരു ഫിലോസോഫിക്കൽ എന്ന് പറയുന്ന റീജിയനിലാണ് സണ്ണി പല കാര്യങ്ങളും സംസാരിക്കാറുള്ളത്. എനിക്ക് വളരെയധികം സന്തോഷം. ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഞാൻ കോഴിക്കോട് ഈ ഓർത്തൂസ് മനോരമയുടെ ഒരു പരിപാടിയിൽ പോയപ്പോൾ സണ്ണി സംസാരിക്കുന്നതിനെ സംബന്ധിച്ച് ഞാൻ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച ഒരു കാര്യം സണ്ണി അവിടെ പറഞ്ഞൊരു കാര്യം വെച്ചാല് ഈ ഉച്ചനീചത്വങ്ങളെല്ലാം സ്വന്തം ആചാര പദ്ധതിയിലൂടെ ഉറപ്പിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. അപ്പൊ ആചാരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ സംസാരിക്കുന്ന ആചാരം എന്ന് പറയുന്നത് ഹൈന്ദവ സമൂഹത്തിന്റെയും ക്രൈസ്തവ സമൂഹത്തിന്റെയും ആചാരങ്ങളെ പറ്റി മാത്രമല്ല നമ്മൾ ഉൾപ്പെടെയുള്ള പല സമൂഹങ്ങളിലും ആചാരപരമായ ചില കാര്യങ്ങൾ ചോദ്യം ചെയ്യാനോ ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ആചാരങ്ങൾ എന്ന് പറയുന്നത്. അത് ഏത് കോടതി പറഞ്ഞാലും ആ ആചാരം ആചാരമായിട്ട് തന്നെ നിലനിൽക്കുകയും ചെയ്യും. അതാണ് ആചാരത്തിന്റെ ഒരു ഭാഗം. അപ്പൊ അതെനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അത് തോന്നി. ഈ പറയുന്ന ഒരുപക്ഷെ എങ്ങനെയാണ് കേരളത്തിലെ സാമൂഹിക രൂപീകരണത്തിനകത്ത് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും സൂക്ഷ്മമായ മാറ്റങ്ങളെ പറ്റി വസ്തുനിഷ്ഠമായിട്ട് സംസാരിച്ചുകൊണ്ടാണ് സണ്ണിയും കവിക്കാട് അല്ലാതെ ആ ഒരു ഉദ്ബോധത്തിന്റെയോ മറ്റു രീതിയിൽ മാത്രമല്ല അദ്ദേഹം സംസാരിക്കുന്നത്. വളരെ വാസ്തവമായിട്ടും ചരിത്രപരമായിട്ടും ഫിലോസഫികളായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ആ രീതിയിലുള്ള ഒരു സംസാരമാണ് ഇന്നത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രം ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞ ഒറ്റ വാക്യത്തിൽ മാത്രം ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ മൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഒരു സാമൂഹ്യ ശാസ്ത്രപരമായ കാര്യങ്ങളിൽ സീല ബെൻ ഹമീദ് എന്ന് പറഞ്ഞ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞ കാര്യത്തിൽ റിയൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നു, അതുപോലെ ഫോർമൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഈ ഫോർമൽ സിറ്റിസൺഷിപ്പിനെ പറ്റിയാണ് വാസ്തവത്തിൽ ഡോക്ടർ ബി ആർ സംസാരിക്കുന്നത്. അതായത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും സാമൂഹിക നീതിയുമായിട്ടും വളരെ വലിയ വ്യത്യാസമുണ്ടെന്നാണ് പ്രസ്താവിച്ചത്. വളരെ ഗൗരവമായ നമ്മൾ KYC ചെയ്യുമ്പോഴത്തേക്ക് 1997 KYC ചെയ്യുന്ന അക്കാദമികമായ രംഗത്ത് വളരെയധികം റിയൽ സിറ്റിസൺഷിപ്പിനെ മാത്രമേ ഞാൻ പറയാം. ആ റിയൽ സിറ്റിസൺഷിപ്പ് വാസ്തവത്തിന് ഒരുപക്ഷെ പിന്നീട് ഇക്കാലത്ത് യൂണിയൻ ഹെയർ മാസിനെ പോലുള്ള ആളുകൾ
ഒരു ജർമ്മൻ എങ്ങനെയാണ് ഒരു പൗര ജനം എങ്ങനെയാണ് സ്വയമായിട്ട് ഭരണകൂടത്തിൽ നിന്ന് എത്ര ദൂരെയാണ് നമ്മൾ നിൽക്കുന്നത് എന്ന ഒരു ബോധം. ഹൗ ഹൗ മച്ച് is the distance between me and the institution of state. ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞ ജാതി വ്യവസ്ഥയുടെ ഈ അകലവുമായി ഈ പറയുന്ന ഡിസ്റ്റൻസ് ആൻഡ് പൊല്യൂഷൻ നോംസ് എന്ന് പറഞ്ഞ രീതിയിൽ വേറൊരു രീതിയിൽ കാണാം. ഇന്ത്യയെ പോലത്തെ ഒരു സൗത്ത് ഏഷ്യൻ ജാതി എന്ന് പറയുന്നത് ജാതികൾ എന്ന് പറയുന്നത് സ്വന്തം ജനാധിപത്യ പൗരാവകാശം ഭരണഘടനാപരമായ അവകാശം നിറവേറ്റുവാനുള്ള എല്ലാ എഴുതപ്പെട്ട സാമഗ്രികളും ഉണ്ടെങ്കിൽ പോലും അതിന് സാമൂഹിക അവസരങ്ങൾ ഇല്ലാതാക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ വാസ്തവത്തിൽ ഒരു റിയൽ സിറ്റിസൺഷിപ്പ് ഉള്ളത്. കാരണം യാതൊരു തരത്തിലുള്ള അവകാശങ്ങളും അനുഭവിക്കുവാനുള്ള ഒരു റിയാലിറ്റി ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ ആ റിയാലിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് അയാൾ ഫോർമൽ എന്ന് പറയുന്ന ഘടനാപരമായിട്ട് രൂപപരമായിട്ടുള്ള ഒരു സിറ്റിസൺഷിപ്പിലേക്ക് ചുരുങ്ങിപ്പോകും. നമ്മളെല്ലാം രൂപപരമായിട്ട് സിറ്റിസൺസ് ആണ്. പക്ഷെ അത് നിർണായകമായ രീതിയിൽ യഥാർത്ഥ പൗരത്വം എന്ന് പറയുന്നത് ഒരുപക്ഷെ നിയമപരമായിട്ടും സാമൂഹിക രീതിയിലുള്ള സമരങ്ങൾ വഴിയൊക്കെ ഉണ്ടായിട്ടുള്ള ഇത്തരം മനുഷ്യാവകാശങ്ങളൊക്കെ അനുഭവിച്ച് പുരോഗമിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരാൾക്ക് ഉള്ളപ്പോൾ മാത്രമാണ് അയാൾ ഒരു റിയൽ രീതിയിലേക്ക് വരുന്നത്. ഇത് ഈ ജാതിയുമായി ബന്ധപ്പെട്ടുള്ള ജാതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നമുക്ക് ഒരുപക്ഷെ തോന്നുന്നു നമ്മുടെ സമൂഹത്തിൽ ജാതി തോന്നുന്നു. പക്ഷെ ജാതിയുടെ പ്രകടനം പല രീതിയിലാണ്. അത് നേരിട്ടുള്ള പ്രകടനങ്ങളുണ്ട്. ഇന്ത്യയിലെ പല സ്ഥലത്തും അത് ശരീരത്തിൽ അടിച്ച് ഏൽപ്പിക്കുന്ന ജാതിയുടെ പ്രൊപ്പഗൻഡയാണ്. അത് പ്രൈമറി ഫോം ഓഫ് വയലേഷൻ ആണ്. അവസരങ്ങൾ നിഷേധിക്കുക എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി ഫോം ഓഫ് വയലേഷൻ ഉണ്ട്. സ്ഥാപനങ്ങൾ നമ്മുടെ എല്ലാം സ്ഥാപന ക്രമങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു വ്യക്തിയെ അയാളുടെ ജാതിപരമായിട്ടുള്ള അവസ്ഥകളെ എപ്പോഴും സാംസ്കാരികമായിട്ടും ഭാഷാപരമായിട്ടുള്ള അടയാളങ്ങളും നോട്ടങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അസ്വസ്ഥമാക്കിക്കൊണ്ട് അയാളെ അപ്രസക്തമാക്കുന്ന സ്വയം അപ്രസക്തമാണ് എന്ന തോന്നൽ ഉത്പാദിപ്പിക്കുന്ന രീതിയിൽ എല്ലാവരും ഈ മൂന്ന് തരം വയലേഷൻസ് ആണ് നമുക്ക് ഈ ഒരു മുഖവിനോടുകൂടി ഞാൻ സംഗീതത്തിന് ഈ ഒരു സ്വാഗതം. ദീർഘകാല സുഹൃത്ത് ബിജിലാൽ, ബിനോയ്, സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. പൗരത്വത്തിൻ്റെ പ്രശ്നങ്ങളും പുറന്തള്ളലും എന്നൊരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുത്തിട്ടുള്ളത്. സാധാരണഗതിയിൽ പൗരത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളതിൻ്റെ ഒരു രാഷ്ട്രീയ വശമാണ് നേരത്തെ ജില്ലയിലൂടെ സൂചിപ്പിച്ചത്. ഒരു ഫോർമലായ ഒരു രാഷ്ട്രീയ വശം ആണ് നമ്മൾ മുഖ്യമായി ഊന്നാറുള്ളത്. എന്നാൽ പൗരത്വത്തെയും പൗരൻ എന്ന സങ്കല്പത്തെയും വേർതിരിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര ലളിതമല്ല പൗരത്വം, പൗരാവകാശം, അതിൻ്റെ വിനിയോഗം, അതിൻ്റെ റിസൾട്ട് ഒക്കെ മാറി മറിയുന്നതിൻ്റെ ഒരു ചിത്രം നമുക്ക് കാണാൻ കഴിയും. നമ്മൾ സൂക്ഷ്മമായും നമ്മൾ സ്റ്റുഡൻസിൽ പഠിക്കുന്നവരെന്ന നിലക്ക് ഞാനടക്കം, നിങ്ങളോടല്ല പറയുന്നത്, ഞാനടക്കം പാലിക്കേണ്ട ഒരു ജാഗ്രത നമ്മൾ ഈ ഉപയോഗിക്കുന്ന ടേമുകളുടെ അത് ഉൾക്കൊള്ളുന്ന അർത്ഥതലങ്ങൾ എന്തൊക്കെ എന്നത് വളരെ വസ്തുനിഷ്ഠമായി തന്നെ മനസ്സിരുത്തി തന്നെ നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കാവുന്ന പദമായിട്ടാണ് പൗരത്വവും പൗരനും ഒക്കെ നമ്മുടെ സംഭാഷണങ്ങൾ കടന്നു വരുന്നത്. എന്നാൽ ഇത് രണ്ട് കൊണേറ്റേഷനിൽ രണ്ട് വ്യത്യസ്തമായ അർത്ഥങ്ങളും റെപ്രസെൻറ്റേഷനുമുള്ള പദങ്ങളാണ്.
പൗരനെക്കുറിച്ചുള്ള സങ്കല്പത്തിൽ ഒരു എൻലാർജ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിലെ മെമ്പർ എന്ന നിലക്ക് സാമാന്യേന അതിനെ ഡിഫൈൻ ചെയ്യാം. അങ്ങനെ നോക്കിയാൽ മനുഷ്യവംശം കൂട്ടത്തോടെ താമസിക്കുന്ന കാലം മുതലുള്ളൊരു ചരിത്രം ഈ പൗരനെന്ന അർത്ഥത്തിന്, വാക്കല്ല, ആ അർത്ഥത്തിനുണ്ട്. എ മെമ്പർ ഓഫ് എ ഗ്രൂപ്പ് എന്നത്. നമ്മളെന്നാൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന പൗരൻ എന്ന വാക്കതല്ല. ഇപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഒരു രാഷ്ട്രത്തിലെ മെമ്പർ എന്ന നിലക്കാണ്. എന്ന് പറഞ്ഞാൽ ആധുനിക ദേശരാഷ്ട്രം രൂപം കൊള്ളുന്നതോടൊപ്പം രൂപം കൊണ്ടുവന്ന ഒരർത്ഥമണ്ഡലം പൗരൻ എന്ന വാക്കിന്. പൗരനാകാൻ എല്ലാവർക്കും പറ്റില്ല. അതാരാണ് തീരുമാനിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ദേശരാഷ്ട്ര തീരുമാനിക്കും. ഹീസ് ദ അതോറിറ്റി. ദേശരാഷ്ട്രം പറയും ആരൊക്കെയാണെന്ന്. അപ്പോൾ ജനിച്ചു വളർന്നവരെല്ലാം ഇന്ത്യയിലെ പൗരന്മാരാണ്. ഇന്ത്യൻ ജിയോഗ്രഫിക്കൽ അതിർത്തിക്കകത്ത് ജനിച്ചു വളർന്നവരെല്ലാം അവർക്ക് സ്വാഭാവികമായി കൈവരുന്ന ഒരു പദവിയാണ് പൗരനായിരിക്കും. മാതാപിതാക്കൾ ഇന്ത്യക്കാരായിരിക്കും. ഇതല്ലാതെയും പൗരനാകാം. പുറത്തുള്ള ഒരാൾക്ക് അപേക്ഷ കൊടുത്ത് സർക്കാർ സമ്മതിക്കുകയാണെങ്കിൽ പൗരനാകാം. അങ്ങനെ പൗരൻ എന്നത് സ്വാഭാവികമായി മാത്രം കൈവരുന്നതല്ല, നമുക്ക് നേടിയെടുക്കാവുന്ന ഒരു കാര്യം. ഈ ആധുനിക ദേശരാഷ്ട്രം രൂപം കൊള്ളുന്നതിലൂടെ രൂപം കൊണ്ട പൗരൻ എന്നത് അനേകായിരം അവകാശങ്ങൾ മനുഷ്യന്, ഹ്യൂമൻ ബീയിങ് എന്ന നിലയിൽ പൊതുസമൂഹത്തിൽ മറ്റുള്ള മനുഷ്യരുമായിട്ടുള്ള ഇടപാടിലൂടെ ജീവിക്കുവാൻ ഒരു മനുഷ്യന് ആവശ്യം വേണ്ടിയിരിക്കുന്ന അവകാശങ്ങൾ എന്ത് എന്ന് നിർണയിക്കുകയും അത് എല്ലാവർക്കും കൊടുക്കുമെന്നുള്ള വാഗ്ദാനമാണ് ദേശരാഷ്ട്രം നമ്മുടെ മുന്നിൽ വെക്കുന്നത്. നമ്മളെല്ലാം തുല്യരാണ്, അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, മതത്തിൽ വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, വിശ്വസിക്കാതിരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, സ്വന്തം മതം പ്രചരിപ്പിക്കാൻ അവകാശമുണ്ട്. ഇങ്ങനെ തുടങ്ങി നിരവധി അവകാശങ്ങളുടെ ഒരു കൂമ്പാരമാണ് പൗരൻ എന്ന് പറയുന്നത്. അതെല്ലാ പൗരന്മാർക്കും ക്ലെയിം ചെയ്യാവുന്ന ഒരു കാര്യം. അതല്ലാതെ അത് കുറച്ച് പൗരന്മാർക്കെന്നൊന്നും ഒരു രാഷ്ട്രവും പറയുന്നത്, എല്ലാവർക്കും എന്നാണ് പറയുന്നത്. ഇപ്പോഴെങ്കിലും അത് പതിയെ പരിണമിച്ചു വന്നതാണ്, എങ്കിലും ഇപ്പോഴെങ്കിലും എല്ലാവർക്കുമാണ് തത്വത്തിൽ. എന്നാൽ നമ്മൾ ഈ സോഷ്യോളജിക്കകത്ത്, സാമൂഹ്യ ശാസ്ത്രത്തിനകത്ത്, അല്ലെങ്കിൽ നമ്മളുടെ വ്യവഹാരങ്ങൾക്കകത്ത് നമ്മൾ കാണാതെ പോകുന്നൊരു യാഥാർത്ഥ്യം. ഉദാഹരണത്തിന് കേരളീയ സമൂഹം, മലയാളി സമൂഹം, അതിൻ്റെ ഒരു ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് മലയാളം സംസാരിക്കുന്നവരെല്ലാവരും ഉൾക്കൊള്ളുന്ന സമൂഹമാണ്. മലയാളം സംസാരിക്കുന്ന എല്ലാവരും ഉൾക്കൊള്ളുന്ന സമൂഹം. അതാണ് അതിൻ്റെ ഒരു നമ്മൾ ലിറ്ററലായിട്ട് എത്തിച്ചത് മലയാളി സമൂഹം എന്ന് പറയും. ഈ മലയാളി സമൂഹം എന്നത് രണ്ട് തരത്തിലാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നത്. ഒന്ന് റിയൽ മലയാളി സമൂഹം, മലയാളം സംസാരിക്കുന്ന എല്ലാവരും പല തലങ്ങളിൽ, പല സ്ഥലങ്ങളിൽ, പല കാലങ്ങളിൽ, പല ദേശങ്ങളിൽ ജീവിക്കുന്നവർ, പല തൊഴിലുകളിൽ ജീവിക്കുന്നവർ. എന്നാൽ മലയാളി സമൂഹത്തെക്കുറിച്ചൊരു ഇമാജിൻഡ് മലയാളി സമൂഹമുണ്ട്. നമ്മൾ സ്വയം നിർമ്മിച്ചെടുത്ത, നമ്മുടെ ഇമാജിനേഷനിലൂടെ നിർമ്മിച്ചെടുത്ത ഒരു മലയാളി സമൂഹമുണ്ട്. ആ മലയാളി സമൂഹത്തിൽ എല്ലാവരും ഇല്ല. ആ മലയാളി സമൂഹത്തിൽ മലയാളി ആരാണെന്നാണോ നമ്മൾ പ്രീകൺസീവ് ചെയ്തിരിക്കുന്നത്, ആ ഇമാജിനേഷൻ ഹൂ ഈസ് എ മലയാളി എന്ന ചോദ്യത്തിന് എന്താണോ ഉത്തരം പറയുന്നത്, മലയാളിയുടെ സ്വഭാവ വിശേഷങ്ങൾ എന്താണെന്നാണോ ആ ഡെഫിനിഷൻ പറയുന്നത്, മലയാളിയുടെ സംസ്കാരം എന്താണെന്നാണോ പറയുന്നത്, മലയാളിയുടെ ഭാഷ, പെരുമാറ്റ രീതി, ഈ വസ്ത്രധാരണം,
ഭക്ഷണം എന്നിവ എന്താണെന്നാണോ ഡെഫിനിഷൻ പറയുന്നത്, ആ ഇമാജിനേഷന് വരാത്തവരെല്ലാം മലയാളം സംസാരിച്ചാലും മലയാളികളല്ല എന്നുള്ളതാണ് നമ്മളുടെ ഡിസ്കോഴ്സ്, നമ്മുടെ വ്യവഹാരം നേരിടുന്നൊരു പ്രശ്നം. നമ്മൾ ഒരേ സമയം ഏത് മലയാളിയാണ് ഉദ്ദേശിക്കുന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു. നമ്മൾ വെറുതെ മലയാളി മലയാളി എന്ന് പറഞ്ഞാൽ മലയാളം സംസാരിക്കുന്ന എല്ലാവരും ആവുന്നില്ല. പക്ഷെ പലപ്പോഴും നമ്മളത് അറിയാറില്ല. നമ്മൾ മലയാളികൾ എന്ന രീതിയിൽ പറഞ്ഞാൽ എല്ലാവരും ആയെന്നാണ് നമ്മൾ കരുതുന്നത്. എല്ലാവരും ആവില്ല. മലയാളി സംസ്കാരം എന്നതിൻ്റെ ചിഹ്ന വ്യവസ്ഥ, മലയാളി സംസ്കാരത്തിൽ എന്തൊക്കെയാണുള്ളത്, നമ്മളെ അക്സെപ്റ്റബിളായ ചിഹ്ന വ്യവസ്ഥ എന്തൊക്കെ, ആ നമ്മുടെ സംസ്കാരം എന്താണ്, നമ്മുടെ ഭക്ഷണക്രമം എന്താണ്. മലയാളികളിൽ 90% മത്സ്യവും മാംസവും കഴിക്കുന്നവർ, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ മലയാളി ഫുഡ് എന്താ? മത്സ്യവും മാംസമാണോ? അല്ല. ഇത് എങ്ങനെ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാവുന്നത്? മലയാളി ഫുഡ് വെജിറ്റേറിയൻ ഫുഡാവുന്നത് ഇമാജിൻഡ് കമ്മ്യൂണിറ്റിക്കകത്താണ്. ഇമാജിൻ ചെയ്തെടുക്കുന്നത്, അത് റിയൽ അല്ല. റിയലി നമ്മൾ പുഴമീനൊക്കെ തിന്നും കടൽ മീനൊക്കെ തിന്ന് ജീവിക്കുന്നവരാണ്, മുട്ട ഇറച്ചിയൊക്കെ തിന്ന് ജീവിക്കുന്നവരാണ്. ഈ വെജിറ്റേറിയൻ ഫുഡ് ആവുന്നത് ഐഡിയൽ മലയാളി എന്ന ഒരു ഇമാജിനേഷനകത്താണത് ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ ഏത് സമൂഹത്തെ കുറിച്ച് പഠിക്കുമ്പോഴും ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ട് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇന്ത്യക്കാർ എന്ന് പറയുന്നത് ഇന്ത്യൻ ജിയോഗ്രഫിക്കകത്ത് ജീവിക്കുന്ന എല്ലാവരും ഇന്ത്യക്കാരല്ല. ലിറ്ററലി അത് ആണ്, നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. പക്ഷേ ഇമാജിനേഷൻ, ഇന്ത്യ എന്ന് പറയുന്ന സമൂഹത്തെ സംബന്ധിച്ചും രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ള സങ്കല്പനങ്ങൾക്കകത്ത് ചില പ്രത്യേക വ്യവസ്ഥകൾക്കകത്ത് വരുന്നവർ മാത്രമാണ് ഇന്ത്യക്കാർ. അട്ടപ്പാടിയിൽ ആദിവാസികൾ മലയാളികളല്ലെന്നാണ് ബഹുഭൂരിപക്ഷം മലയാളികളും വിചാരിക്കുന്നത്. അവർക്ക് മലയാളിത്തമില്ലെന്നാണ് നമ്മൾ കരുതുന്നത്. അവർ ജിയോഗ്രഫിക്കലി കേരളത്തിനകത്തായിരിക്കും, പക്ഷെ അവർ മലയാളികളല്ല. ആണെങ്കിൽ തന്നെ വളർച്ചയെത്താത്ത മലയാളികളാണ്. അവർ നമ്മളെപ്പോലെ വളർന്നിട്ടില്ല. നമ്മളാണ് മിഷർ, നമ്മളാണ് മാനദണ്ഡം എല്ലാത്തിൻ്റെയും. നഗരത്തിൽ താമസിക്കുന്ന, യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുള്ള, ആധുനിക വിദ്യാഭ്യാസം നേടിയ, ഇംഗ്ലീഷ് അറിയാവുന്ന, ടെക്നോളജി അറിയാവുന്ന നമ്മളാണ് എല്ലാത്തിൻ്റെയും മാനദണ്ഡം. അതറിയാത്തവരൊക്കെ കുറഞ്ഞ മനുഷ്യരായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം നമ്മളുടെ ഈ വലിയ സിദ്ധാന്തമൊന്നും പറയാതെ തന്നെ നമ്മളുടെ സാമാന്യമായ പെർസെപ്ഷനകത്ത്, നമ്മുടെ നോട്ടത്തിനകത്ത് തന്നെ ഈ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നൊരു കാര്യം സംഭവിക്കുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ അടിത്തറയിൽ ഈ ഒരു സൂക്ഷ്മത സമൂഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കുണ്ടെങ്കിൽ ഈ പൗരത്വത്തെ സംബന്ധിച്ചും, പൗരത്വം എങ്ങനെയാണ് ഒരു പുറന്തള്ളൽ വ്യവസ്ഥയായിട്ട് പ്രവർത്തിക്കുന്നതെന്നും, നമ്മുടെ സമൂഹത്തിൽ ഒരു പുറന്തള്ളൽ വ്യവസ്ഥ എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്നും, അതിനെ നമുക്ക് എങ്ങനെയാണ് കൺഫ്രണ്ട് ചെയ്യാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ചും നമുക്കൊരു ഏകദേശമായൊരു ചിത്രം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. 3-4 പോയിന്റുകളാണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന്, ഈ പൗരനും പൗരത്വവും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. ആദ്യത്തേത്, പൗരൻ എന്നത് ഞാൻ പറഞ്ഞു, മെമ്പർ ഓഫ് എ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പൗരനായി, ഒരു സ്റ്റേറ്റിലെ മെമ്പറായിരിക്കുന്ന ആരെയും നമ്മൾ പൗരനെന്ന് കണക്കാക്കുന്നു. പൗരന്മാർക്ക് ഈ പൗരത്വം എന്നത്, ഈ പൗരൻ എന്ന സങ്കല്പം ചരിത്രത്തിൽ രൂപം കൊള്ളുന്നത് പ്രജ എന്ന് പറയുന്നൊരു സംഗതിയിൽ നിന്നുള്ളൊരു വേർപെടലാണ്. പ്രജ എന്നത് അവകാശമേതുമില്ലാത്ത നിശബ്ദമായ മനുഷ്യനാണ്, അനുസരണയുള്ള മനുഷ്യനാണ്. അവകാശങ്ങളില്ല, അധികാരങ്ങളില്ല, സംഭാഷണമില്ല, അനുസരണ മാത്രമുള്ള അവരാണ് പ്രജകൾ എന്ന് പറയുന്നത്. മഹാരാജാവ് ഒരേ സമയം സത്യവും ശരിയും അത് നടപ്പിലാക്കാൻ അധികാരമുള്ള ആളുമാണ്.
അവിടെ പൗരനായിട്ട് ആരുമില്ല, അവിടെ പ്രജകൾക്കൊന്നും പറയാനും പറ്റത്തില്ല. അത് അൺക്വസ്റ്റ്യനബിൾ അതോറിറ്റി ആയിട്ടാണ് അത് നിൽക്കുന്നത്. അതിൽ നിന്നും ഈ സ്വതന്ത്ര വ്യക്തി എന്ന് പറയുന്ന ഒരു ഒരു പരികൽപ്പന, അങ്ങനെ ഒരു മനുഷ്യജീവി ചരിത്രത്തിൽ രൂപം കൊള്ളുന്നത് അഗാധമായ പല മാറ്റങ്ങളും, ഭൗതികമായ പല മാറ്റങ്ങളും, ആശയപരമായ വലിയ മാറ്റങ്ങളും സംഭവിച്ചതിൻ്റെ ഒരു പ്രോഡക്റ്റാണ് സ്വതന്ത്ര മനുഷ്യൻ എന്ന് പറയുന്ന പദവി. നമ്മൾ പലപ്പോഴും വിചാരിക്കും ഞാൻ സ്വതന്ത്ര മനുഷ്യനാണ്, ഞാൻ തീരുമാനം എടുക്കും. വെറുതെ നമ്മൾ തെറ്റിദ്ധരിക്കുന്ന അതൊക്കെ. അങ്ങനെയൊന്നും മനുഷ്യർക്ക് തീരുമാനം എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മളുടെ തീരുമാനങ്ങൾ, ചിന്തകൾ, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, അതിൻ്റെ അർത്ഥങ്ങൾ, അതിൻ്റെ അർത്ഥമണ്ഡലങ്ങൾ, അത് തമ്മിലുള്ള ബന്ധമൊന്നും നമ്മൾ തീരുമാനിച്ചതൊന്നുമല്ല. ഇതൊക്കെ നേരത്തെ ഇവിടെ ഉള്ള. അപ്പോൾ നമ്മളങ്ങനെ വെറും സ്വതന്ത്രരാണെന്നൊക്കെ നമ്മൾ വെറുതെ തെറ്റിദ്ധരി. അങ്ങനെ ഒരു സ്വതന്ത്ര പദവിയൊന്നും മനുഷ്യനില്ല. അപ്പോൾ ഈ ഫ്യൂഡൽ എന്ന് നമ്മൾ പൊതുവിൽ ചരിത്രത്തിൽ വിളിക്കുന്ന നാടുവാഴിത്ത കാലഘട്ടത്തിലെ രാജാധികാര പ്രമത്തതയിൽ നിന്നും മാർക്കറ്റിൻ്റെയും മൂലധനത്തിൻ്റെയും സ്വതന്ത്ര സഞ്ചാരമുള്ള മനുഷ്യരുടെയും ആധുനിക ശാസ്ത്രത്തിൻ്റെയും നാവിഗേഷൻ്റെയും തത്വചിന്തയുടെയും ലിറ്ററേച്ചറിൻ്റെയൊക്കെ പുതിയൊരു ലോകം പിറവികൊള്ളുന്നതിനകത്താണ് ഈ സ്വതന്ത്ര പൗരൻ എന്ന് പറയുന്ന ഒരു സാധനം രൂപം കൊള്ളും. ഒരുപക്ഷെ മാർക്സിസ്റ്റ് ക്രിട്ടിക്കിനകത്ത് അത് ഈ സ്വതന്ത്ര പൗരൻ എന്നതൊരു മിഥ്യയാണെന്നും അത് യഥാർത്ഥത്തിൽ ലേബറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പദാവലി മാത്രമാണെന്നും അതുകൊണ്ട് പൗരത്വം ഒരു ബൂർഷ്വാ നുണയാണെന്നും ഒരു പക്ഷെ പറഞ്ഞേക്കാം. പക്ഷെ ഇത് ചരിത്രത്തിൽ സംഭവിച്ച കാര്യമാണ്. ശാസ്ത്രത്തിലെ കുതിച്ചുചാട്ടം, നാവിഗേഷൻ, മാർക്കറ്റ് എന്ന് പറയുന്ന പുതിയ സംഭവം. പണ്ട് മാർക്കറ്റ് ഇല്ലല്ലോ. മാർക്കറ്റ് എന്ന് പറയുന്ന പുതിയൊരു ഇടപാടാണ്. ഒരു സ്റ്റാൻഡർഡൈസ്ഡ് നാണയം കൊണ്ട് എന്തും വാങ്ങാവുന്ന ഒരു സ്ഥലം. ബാർട്ടൺ സിസ്റ്റത്തിന് പകരം മറ്റൊരു സംഗതി. തത്വചിന്തയിൽ വലിയ കുതിച്ചുചാട്ടം. അതായത് മധ്യകാല യൂറോപ്പിൽ ദൈവമാണ് തത്വചിന്തയുടെ കേന്ദ്രം, മനുഷ്യനല്ല, ദൈവമാണ്. തിയോളജിയാണ്, മെറ്റാഫിസിക്സാണ് തത്വചിന്തയുടെ കേന്ദ്രമായി. ദൈവവും പ്രപഞ്ചവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് തത്വചിന്തയെ അലട്ടിക്കൊണ്ടിരുന്നത്. മനുഷ്യൻ്റെ ആത്മാവാണ് തത്വചിന്തയുടെ കേന്ദ്രപ്രമേയമായിരുന്നത്. അതിൽ നിന്നും മനുഷ്യൻ കേന്ദ്രമാണ്. കൊജിറ്റോ എർഗോ സം എന്ന് റെനെ ദക്കാർത്ത്, ഇറ്റാലിയൻ ചിന്തകനാണ്, അദ്ദേഹം പറയുന്നത്. കൊജിറ്റോ എർഗോ സം എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിലനിൽക്കുന്നു എന്നാണ്. ചിന്തിക്കുന്ന മനുഷ്യൻ തത്വചിന്തയുടെ കേന്ദ്രപ്രമേയമാവുകയും അതിനനുബന്ധമായി നോവൽ എന്ന ചെറുകഥ പോലെയുള്ള സാഹിത്യ രൂപങ്ങൾ, ഇതിഹാസ പാരമ്പര്യത്തിൽ നിന്ന് ഭിന്നമായ സാഹിത്യ രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തതിലൂടെയൊക്കെയാണ് ഈ സ്വതന്ത്ര മനുഷ്യൻ എന്ന് പറയുന്നൊരു സങ്കല്പം നമുക്കിടയിൽ ഉണ്ടായത്. ഈ സ്വതന്ത്ര മനുഷ്യരാണ് ആധുനിക ദേശരാഷ്ട്രത്തിൻ്റെ പിറവിക്ക് കാരണമായി. അപ്പോൾ ഈ വിഭാഗത്തോടുള്ള രാഷ്ട്രത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് ശരിക്കും ഈ അവകാശങ്ങൾ എന്ന് പറയുന്നൊരു സങ്കല്പം തന്നെ. ഈ അവകാശം എന്ന സങ്കല്പം നേരത്തെ ഇല്ല. ഒരു ഫ്യൂഡൽ കാലഘട്ടത്തിലോ അടിമത്ത കാലഘട്ടത്തിൽ ഇനോയുടെ അടിമകൾ എങ്ങനെയാണ് ലേബേഴ്സായി പരിവർത്തനപ്പെട്ടത് എന്നതിനെക്കുറിച്ച് പറയുന്നു. വളരെ സങ്കീർണമായൊരു പ്രശ്നമാണ്. ഈ റൈറ്റ് എന്ന് പറയുന്നത് ആധുനികതയുടെ ഒരു കണ്ടുപിടുത്തമാണ്. ആധുനികതയ്ക്ക് മുമ്പ് റൈറ്റ് എന്ന് പറയുന്ന സംഗതി ഇല്ല. അവകാശമെന്ന് അവിടെ ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. അടിമകളിൽ നിന്നും ലേബർഷിപ്പിലേക്കുള്ള പരിവർത്തനമായതുകൊണ്ടാണ് അവരുടെ ബാർഗെയിനിങ് പവർ, റൈറ്റിന് വേണ്ടിയുള്ള ബാർഗെയിനിങ് പവർ കുറഞ്ഞിരിക്കുന്നത്. സമൂഹം സാങ്ഷൻ കൊടുക്കാത്തതുകൊണ്ടാണ്. അവർ ലേബറേഴ്സ് ആയിട്ടുള്ള സാങ്ഷൻ സമൂഹം അനുവദിക്കുന്നില്ല. അവരെ സ്ലേവ്സ് ആയിട്ട് തന്നെ കാണാനുള്ള ഒരു പ്രവണതയാണ് സമൂഹത്തിൽ ശക്തമായിട്ടുള്ളത്. അതുകൊണ്ട് അടിമകളിൽ നിന്നും തൊഴിലാളികളായി മാറിയവർക്ക് വീണ്ടും ബോണ്ടേജുകളുടെ പുതിയ ചില കാര്യങ്ങളാണ് രൂപപ്പെടുന്നത്.
അപ്പം ഈ സ്വതന്ത്ര പൗരൻ നമ്മൾ പറയുന്നത് വെറുതെ മനുഷ്യരെല്ലാവരും ജനിക്കുമ്പോൾ സ്വതന്ത്രരായി ജനിക്കുന്നതുകൊണ്ടൊന്നുമില്ല. ഹിസ്റ്റോറിക്കലി എമേർജ് ചെയ്ത ഒരു എൻറ്റിറ്റിയാണ് സ്വതന്ത്ര മനുഷ്യൻ എന്നത്. ആ സ്വതന്ത്ര പൗരനെ ആധുനിക ദേശരാഷ്ട്രം കൊടുക്കുന്ന അനേകായിരം അവകാശങ്ങൾ വരുമ്പോഴാണ് അവൻ പൗരനായി മാറുന്നത്. ആ അവകാശങ്ങൾ ഒരവകാശവും വെറുതെ എടുത്ത് പ്രയോഗിക്കാൻ പറ്റില്ല. മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഒരവകാശവും ആർക്കും അതിനൊരു മീഡിയമുണ്ട് അവകാശം പ്രയോഗിക്കാൻ. ഇപ്പം യൂണിവേഴ്സിറ്റിക്കകത്ത് നമുക്കൊരു അവകാശം പ്രയോഗിക്കണമെങ്കിൽ അത് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന മീഡിയത്തിലൂടെ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് അവകാശം പ്രയോഗിക്കാൻ പറ്റില്ല. യൂണിവേഴ്സിറ്റി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഘടനയിലൂടെ നമുക്ക് ഈ അവകാശത്തെ പ്രയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതല്ലാതെ നമ്മൾ വെറുതെ അവകാശം എടുത്ത് പ്രയോഗിക്കുകയല്ല. രണ്ട്, ഈ അവകാശം പ്രയോഗിക്കുന്ന ആളിന് അതിനുള്ള റിസോഴ്സ് ഉണ്ടായിരിക്കണം. ആ റിസോഴ്സിൽ ആക്സസ് ഉണ്ടായിരിക്കണം. ഞാൻ നിങ്ങൾ ഇവിടെ വന്ന് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വന്ന ആളാണ്. ഐ ഹാവ് നോ റൈറ്റ് അറ്റ് ഓൾ ഇൻ ദിസ് ക്യാമ്പസ്. എനിക്കൊരു അവകാശമില്ല, നിങ്ങൾക്കുള്ള അവകാശമില്ല. വൈ? ബിക്കോസ് എനിക്ക് ആ റിസോഴ്സ്, നിങ്ങളുടെ കയ്യിലുള്ള ആ റിസോഴ്സ്, വി ആർ ദ സ്റ്റുഡൻസ് ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ബിഗ് റിസോഴ്സ് എനിക്കില്ല. അല്ലെങ്കിൽ ഐ ആം നോട്ട് എ ടീച്ചർ, ബിനോയ്ക്കുള്ള ഒരു റിസോഴ്സ് എനിക്കില്ല. അതുകൊണ്ട് എനിക്കിവിടെ അധികാരം പ്രയോഗിക്കാൻ പറ്റില്ല. അവകാശം ചോദിക്കാൻ പറ്റില്ല. എനിക്ക് ചോദിക്കാവുന്ന അവകാശം എത്രയേ ഉള്ളൂ, മനുഷ്യാവകാശം മാത്രമേ ഉള്ളൂ. എന്നെ ആരെങ്കിലും തല്ലിയാൽ എനിക്ക് പരാതിപ്പെടാം, അത്രയേ ഉള്ളൂ. അതല്ലാതെ എനിക്കിവിടെ ആദരവ് വേണം, എന്നെ അവിടെ ചെയറാക്കി നിയമിക്കണം, ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ആഘോഷം വേണമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. VC എഴുന്നേൽക്കണം എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം ഏത് അവകാശത്തിൻ്റെയും കാര്യം ഇതാ. നമ്മൾ പൗരനായതുകൊണ്ട് കാര്യമില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. പൗരനായതുകൊണ്ട് അവകാശം വെറുതെ ഒഴുകിയെത്തുമല്ല, അതിനൊരു മീഡിയം ഉണ്ടായിരിക്കണം. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ പൗരാവകാശം ഒരാളിലേക്ക് വരികയും അത് സിറ്റിസൺഷിപ്പായി ഒരു പദവിയായി മാറുകയും ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ഈസ് ദ സോഷ്യൽ ലൊക്കേഷൻ. അയാളുടെ സാമൂഹിക സ്ഥാനമാണ്, ജീവിക്കുന്ന സാമൂഹ്യ സ്ഥാനം ഏറ്റവും മർമ്മപ്രധാനമായി മാറുക. ഒരു സമൂഹത്തിനകത്ത് ഏത് സ്ഥാനമാണ് അയാൾ അലങ്കരിക്കുന്നത് എന്നത് അയാളുടെ പൗരത്വം അക്സസ് ചെയ്യാനുള്ള, പൗരത്വം ആർജിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമായി മാറും. അപ്പോൾ അതുകൊണ്ട് അട്ടപ്പാടിയിൽ താമസിക്കുന്ന ആദിവാസിയുടെ സോഷ്യൽ ലൊക്കേഷൻ, യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന നിങ്ങളുടെ സോഷ്യൽ ലൊക്കേഷൻ എൻറ്റയർലി ഡിഫറൻ്റ് ആയതുകൊണ്ട് രണ്ടുപേർക്കും രണ്ട് പൗരത്വമുണ്ട്. എൻറ്റയർലി ഡിഫറൻ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ പറയുന്നത് അട്ടപ്പാടി കുറേ ദൂരെ ആയതുകൊണ്ടല്ല. സോഷ്യൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് പല ഘടകങ്ങളാൽ നിർമ്മിതമാണ്. ഒന്ന് അതിൻ്റെ സ്പേസാണ്. ആ സ്പേസ് വളരെ പ്രധാനമാണ്. ഇപ്പം മലകൾക്കപ്പുറത്ത് ഒരിക്കൽ പോലും ഇങ്ങോട്ട് ആക്സസ് ഇല്ലാത്ത വിധം ഇടുങ്ങിയൊരു സ്ഥലത്ത്, ജിയോഗ്രഫിക്കലി പുറത്ത് കടക്കാൻ കഴിയാത്തൊരു സ്ഥലത്ത് താമസിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ദ്വീപുകളിൽ താമസിക്കുന്ന മനുഷ്യർ, അവർക്ക് ഇങ്ങോട്ടൊരു ആക്സസ് ഇല്ല. മെയിൻ സ്ട്രീം എന്ന് നമ്മൾ വിളിക്കുന്ന സ്ഥലത്തേക്ക് ഒരു ആക്സസ് ഇല്ല. രണ്ട്, അവരുടെ കാലസങ്കല്പം. നമ്മൾ വെറുതെ വിചാരിക്കരുത് എല്ലാവരും ഒരു കാലത്താണ് ജീവിക്കുന്നത്. ഒരു സമൂഹത്തിലും മനുഷ്യർ ഒരു കാലത്തല്ല ജീവിക്കുന്നത്, പല കാലത്താണ് ജീവിക്കുന്നത്. പണ്ട് ഇങ്ങനെ എൻ ജി ഒയിലൊക്കെ വർക്ക് ചെയ്ത കക്ഷികൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ട് വന്നിട്ട് ഹാസ്യം പറയുന്ന പോലെ പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ അകത്തുള്ള ഈ ട്രൈബൽ മേഖലയിലൊക്കെ ചെന്നിട്ട് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി എന്നൊക്കെ പറയണേ, അപ്പോൾ ഇന്ദിരാഗാന്ധി അല്ലേ എന്ന് അവർ തിരിച്ചു ജീവിക്കുന്ന. അപ്പോൾ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചതോ അതിന് ശേഷം രാജീവ് ഗാന്ധി വന്നതോ ഒന്നും അവരറിഞ്ഞിട്ടില്ല. അവരെ സംബന്ധിച്ച് ഇന്ദിരാഗാന്ധിയാണ് ഇപ്പോഴും ഇന്ത്യ. അങ്ങനെ സംഭവിക്കുന്നത് അവരുടെ അറിവില്ലായ്മയല്ലത്, അവരൊരു കാലസങ്കല്പം. ആ കാലത്താണ് അവർ ജീവിക്കുന്നത്, ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് അവർ ജീവിക്കുന്നത്.
അപ്പോൾ അട്ടപ്പാടിയിലെ ആദിവാസി സ്വയം പേറുന്ന കാലബോധമല്ല കോട്ടയം നഗരത്തിലെ ഒരു മധ്യവർഗ പുരുഷൻ കൊണ്ടു നടക്കുന്ന കാലബോധം. അപ്പോൾ സോഷ്യൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് അത് അവിടെ ആയതുകൊണ്ട് പിന്നോക്കം, ഇവിടെ ആയതുകൊണ്ട് മുന്നോക്കം, അങ്ങനെയല്ല സംഭവം. അതിൽ ദേശം പ്രധാനമാണ്, ദേശത്തിൻ്റെ പ്രകൃതം പ്രധാനമാണ്, 2 കാലബോധം പ്രധാനമാണ്, 3 സോഷ്യൽ റെക്കഗ്നീഷൻ പ്രധാനമാണ്. സമൂഹം അംഗീകരിക്കുന്നുണ്ടോ അവൻ്റെ ലൊക്കേഷൻ എന്നത് പ്രധാനമാണ്. അതവൻ്റെ നിയന്ത്രണത്തിലുള്ളതല്ല. അത് അവനെ നിയന്ത്രിക്കാൻ, അത് സമൂഹമാണ് നിയന്ത്രിക്കുന്നത്. സമൂഹം അവൻ്റെ ലൊക്കേഷൻ അംഗീകരിക്കുന്നില്ല, അവൻ്റെ ഐഡൻറ്റിറ്റി അംഗീകരിക്കുന്നില്ലെങ്കിൽ അവൻ എത്ര ശ്രമിച്ചാലും അവനൊരു പൗരനായി മാറാൻ പറ്റില്ല. അവൻ എത്ര ശ്രമിച്ചാലും അവന് പൗരത്വത്തിലേക്ക് ഉയരാൻ പറ്റില്ല. കാരണം സമൂഹം അവൻ്റെ ഐഡൻറ്റിറ്റിയെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ പൗരത്വം നേടുക എന്നത് പൗരനായതുകൊണ്ട് മാത്രം സംഭവിക്കുന്നൊരു കാര്യമല്ല, മറിച്ച് അതിൻ്റെ ഓരോ പൗരൻ്റെയും സോഷ്യൽ ലൊക്കേഷൻ, ആ സോഷ്യൽ ലൊക്കേഷൻ തന്നെ ദേശകാല ബോധങ്ങൾ, അവരുടെ തന്നെ ഐഡൻറ്റിറ്റിയും പൊതുസമൂഹവുമായിട്ടുള്ള വിനിമയങ്ങൾ. ആദിവാസികളെക്കുറിച്ച് നമ്മുടെ സങ്കല്പം നമ്മളെന്താ കരുതിയത്? നിങ്ങൾ ആരെങ്കിലും ആദിവാസി ഊരിൽ പോയി താമസിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കിയാൽ നന്നായിരിക്കും. ആരും പോയിട്ടില്ല. പക്ഷെ ആദിവാസികളെ കുറിച്ച് നമുക്കൊരു സങ്കല്പമില്ലേ? ആദിവാസികൾ എങ്ങനെയുള്ളവരാണ് എന്നതിനെക്കുറിച്ച് ഈ സങ്കല്പം എവിടെ നിന്നാണ് വരുന്നത്? അത് നമ്മളുണ്ടാക്കുന്നതല്ല, അത് സമൂഹം നിർമ്മിച്ചു വെച്ചിരിക്കുന്നൊരു കാര്യം. അവർ പ്രാകൃതരാണെന്നുള്ളതാണ് നമ്മളുടെ ആദ്യത്തെ സങ്കല്പം. പ്രിമിറ്റീവാണ്. നമ്മുടെ എഴുത്ത് കൂട്ട് ബോധമൊന്നുമില്ലാത്ത മനുഷ്യരാണ്. നമ്മുടേത് കൂട്ട് ബോധമില്ലാത്ത, നമ്മളാണ് ബോധത്തിൻ്റെ മൊത്തക്കച്ചവടക്കാർ. നമ്മുടേത് കൂട്ട് അവർക്ക് ബോധമില്ല. അവർ സാംസ്കാരികമായി പുറന്തള്ളപ്പെട്ടവർ, അവർ വിദ്യാഭ്യാസപരമായി പിന്നോക്കമാണ്. അവരിങ്ങനെ വെള്ളമൊക്കെ അടിച്ചിങ്ങനെ നടക്കുന്ന കുറേ ആൾക്കാരാണ്. പണിയൊന്നും അടിക്കില്ലാത്തവരാണ്, എന്ത് കൊടുത്താലും നന്നാകാത്തവരാണ്. ഇതൊക്കെയാണ് നമ്മൾ അവരെക്കുറിച്ച് കരുതി വെക്കുന്ന സംഗതികൾ. യഥാർത്ഥത്തിൽ അവരങ്ങനെയൊന്നും ആയിക്കൊള്ളണമെന്നില്ല. അപ്പം അതിനകത്തുനിന്ന് ഒരാൾ ഉയർന്നു വന്നാലും ഇത്രയും മുൻവിധികൾ നമ്മുടെ തലക്കകത്തുകൊണ്ട് നമ്മൾ ഒരിക്കലും അത് സോഷ്യലി അവൻ്റെ ഐഡൻറ്റിറ്റിയെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യില്ല. സ്വാഭാവികമായിട്ടും അവൻ പുറത്തു പോകാൻ ബാധ്യസ്ഥനാണ്. ഇതാണ് അതിൻ്റെ പൗരത്വം എന്നത് പൗരന് സ്വാഭാവികമായി എത്തിച്ചേരാവുന്നൊരു സ്ഥലമല്ലെന്നും അതിനെ തടസ്സപ്പെടുത്തുന്ന നിരവധി സോഷ്യൽ റിയാലിറ്റികൾ ഉണ്ടെന്നും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യക്കകത്ത് കുറഞ്ഞ പൗരന്മാരും പൂർണ്ണ പൗരന്മാരും പൗരത്വമേ ഇല്ലാത്തവരും ഉള്ളത് എന്നതിൻ്റെ ഉത്തരമാണ് നമ്മൾ ഈ നിരക്കാണ് കാര്യങ്ങളെ പരിശോധിക്കുന്നത്. നമുക്ക് മനസ്സിലാവും ആരാണ് കുറഞ്ഞ പൗരന്മാർ, എന്തുകൊണ്ടാണ് അവർ കുറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കുറഞ്ഞ പൗരന്മാരെ കാണുമ്പോൾ അയാളുടെ സോഷ്യൽ ലൊക്കേഷനും അയാൾക്ക് റിസോഴ്സസിലുള്ള അക്സസും അയാളുടെ സോഷ്യൽ റെക്കഗ്നീഷനും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അയാൾ എന്തുകൊണ്ടാണ് ലെസ് സിറ്റിസൺ ആയിരിക്കുന്നത് എന്ന്. ഇപ്പം നൊമാഡിക്കായൊരു ഗ്രൂപ്പിൽ എങ്ങനെ പൗരത്വം, നൊമാഡിക് ഗ്രൂപ്പും പൗരത്വവും തമ്മിലുള്ള ബന്ധം എന്താ? പൗരത്വമില്ല. പൗരന്മാരാന്നൊക്കെ പറയാം, പക്ഷെ പൗരത്വമില്ല. കാരണം ഈ പൗരത്വം കൊടുക്കണമെങ്കിൽ സെറ്റിൽഡ് മനുഷ്യർക്ക് കൊടുക്കാൻ പറ്റും. അത് ഈ പൗരത്വത്തിൻ്റെ ഒരു പരിമിതിയാണ്. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാൾക്ക് പൗരത്വം കൊടുക്കാനായിട്ട് സ്റ്റേറ്റിന് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? അവരങ്ങ് പുറന്നുള്ളൂ. ഈ നൊമാഡിക് പീപ്പിളിന് എങ്ങനെയാണ് ഈ പൗരത്വം കൊടുക്കുക? അതിനൊരു മെക്കാനിസം സ്റ്റേറ്റ് കണ്ടുപിടിച്ചിട്ടില്ല. സെറ്റിൽഡ് ആയിട്ടുള്ള, ഇപ്പം നമുക്കൊരു പാസ്പോർട്ട് കിട്ടണമെങ്കിൽ നമ്മളവിടെ ചെന്ന് കൈ നീട്ടി അവർ തരത്തില്ല. അപേക്ഷ എല്ലാം കൊടുത്ത് പാസ്പോർട്ട് റെഡിയായി അയാളുടെ മേശപ്പുറത്തുണ്ടെങ്കിൽ നമ്മൾ കൈ നീട്ടിയാൽ പുള്ളി തരില്ല. അയച്ചു തരുവുള്ളൂ. നമ്മുടെ അഡ്രസ്സിൽ രജിസ്റ്റേർഡ് ആയിട്ട് അയച്ചു തരുവുള്ളൂ. കാരണം അഡ്രസ്സ് നമ്മൾ താമസിക്കുന്നുണ്ടെന്ന് അവർക്ക് ഉറപ്പിക്കേണ്ടതുണ്ട്. ഇതാ അതിൻ്റെ കാര്യം. അപ്പം നൊമാഡിക് പീപ്പിളിനോ പാസ്പോർട്ട് എങ്ങനെ എടുക്കും? എടുക്കാൻ പറ്റില്ല. എടുക്കാൻ പറ്റിയില്ലെന്നേ. അപ്പം നമ്മൾ വിചാരിക്കുന്നതല്ലേ പൗരത്വം
നമ്മളെല്ലാം പൗരന്മാർ, എല്ലാവരും തുല്യരല്ലേ, പിന്നെ എന്തിനാ സംവരണം കൊടുക്കുന്ന കുറേ വിഡ്ഢികളൊക്കെ ചോദിച്ചു നടക്കും? ശുദ്ധ വിവരക്കേടാ, അതൊന്നും അല്ല കാര്യം. പൗരത്വം എല്ലാവർക്കും ഇല്ല, കുറച്ച് പേർക്കൊക്കെ ഉള്ളൂ. കുറച്ച് പേർക്ക് കുറഞ്ഞ പൗരത്വവും, ചിലർക്ക് ഇല്ല, തീരെ ഇല്ല സംഭവം. അതിർത്തികളിൽ താമസിക്കുന്ന ബോർഡർ ഇത് താമസിക്കുന്ന മനുഷ്യർക്ക് എന്നാ പൗരത്വം എന്നാ പറയണം? അപ്പുറത്തെ പട്ടാളക്കാരനും അവരെ ഉപദ്രവിക്കും, ഇപ്പുറത്തെ പട്ടാളക്കാരനും അവരെ ഉപദ്രവിക്കും. അവർ യഥാർത്ഥത്തിൽ ഏറ്റവും ക്രൈസിസ് നേരിടുന്നൊരു വിഭാഗമാണ് രാഷ്ട്രങ്ങളുടെ അതിർത്തികളിൽ താമസിക്കുന്ന, ലോകത്തെമ്പാടും. അപ്പോൾ നമ്മൾ ശുദ്ധാത്മാക്കളെ പോലെ, കൊച്ചുകുട്ടികളെ പോലെ, എല്ലാ ഇന്ത്യക്കാരും സഹോദരന്മാരാണെന്നല്ല നമ്മൾ പഠിക്കേണ്ടത്. വസ്തുതാപരമായി അതിൻ്റെ ഒരു സ്ട്രക്ചറിൽ കാര്യങ്ങൾ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ നമുക്ക് മനസ്സിലാവും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അങ്ങനെ മനസ്സിലാകാത്തത് കൊണ്ട് അത്തരമൊരു കാര്യമില്ല എന്ന് നമുക്ക് തോന്നുന്നതാണ്. രണ്ടാമത്തെ ഒരു സംഗതി, രണ്ടാമത്തെ ഒരു പോയിന്റ്, സമയം എടുക്കുന്നുണ്ട് പറയണേ. നമ്മുടെ സമൂഹത്തിൽ, ഇന്ത്യൻ സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായൊരു പ്രകൃതം യോജിപ്പിൻ്റേതല്ല, മറിച്ച് പുറന്തള്ളലിൻ്റേതാണ്. ഇന്ത്യൻ സമൂഹത്തിൻ്റെ അടിസ്ഥാന പ്രകൃതമാണ്. അതായത് നമ്മൾ എല്ലാവരും തുല്യരാണെന്നുള്ളൊരു ബോധ്യം, ഒരു ഇഗാലിറ്റേറിയൻ ഹ്യൂമൻ കോൺസെപ്റ്റ് ഇന്ത്യയുടെ ട്രഡീഷനകത്തില്ല. ഇന്ത്യൻ ട്രഡീഷനകത്തുള്ളത് നമ്മൾ തുല്യരല്ല എന്ന് തന്നെയാണ്. നമ്മൾ തുല്യരല്ലാത്തത് ദൈവനിശ്ചയമാണ് എന്ന് തന്നെയാണ്. ആ ദൈവനിശ്ചയമായതുകൊണ്ട് തന്നെ അത് നമ്മൾ അൺക്വസ്റ്റ്യനബിൾ ആണ് എന്നതാണ്. അങ്ങനെ അൺക്വസ്റ്റ്യനബിളായ ഡിസ്പാരിറ്റിയുള്ള മനുഷ്യരാൽ നിറഞ്ഞതാണ് ലോകമെന്ന ഒരു സങ്കല്പമാണ് ഇന്ത്യൻ ട്രഡീഷൻ. ഒരിക്കലും ഒരു ഇഗാലിറ്റേറിയൻ സങ്കല്പമേ അല്ല. അങ്ങനെ ഒരു ട്രഡീഷൻ ഇന്ത്യക്കില്ല. ദൈവദത്തമായതുകൊണ്ട് തന്നെ അത് മിസ്റ്റിക്കാണ്, റിലീജിയസാണ്. എന്ന് പറയാൻ നമ്മുടെ സമൂഹത്തിലെ അസമത്വങ്ങളെ നമ്മൾ റിലിജിയോസിറ്റിക്കകത്ത് വെച്ചാണ് നമ്മൾ കൺസീവ് ചെയ്തിട്ടുള്ളത്. ദൈവ സങ്കല്പമായിട്ടാണ് നമ്മളതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വ്യത്യസ്തതകളെ, അതായത് തുല്യതയില്ലായ്മയെ ഒരു പിരമിഡിലെന്ന പോലെ അടുക്കി വെച്ചൊരു സോഷ്യൽ ഹൈറാർക്കി നമുക്കുണ്ട്. സോഷ്യൽ ഹൈറാർക്കി എല്ലാ സമൂഹത്തിനകത്തും സോഷ്യൽ ഹൈറാർക്കി ഉണ്ട്. പക്ഷെ ഇന്ത്യൻ സോഷ്യൽ ഹൈറാർക്കിയുടെ ഒരു പ്രത്യേകത, അത് ദൈവനിർമ്മിതമായത് ആണ് എന്നതും ആ സോഷ്യൽ ഹൈറാർക്കിയെ താങ്ങി നിർത്തുന്ന വലിയൊരു വ്യവഹാര മണ്ഡലം ഇന്ത്യക്കുണ്ട് എന്നുള്ളതാണ്. ലോകത്തൊരു രാജ്യത്തും അസമത്വങ്ങളെ ന്യായീകരിക്കുന്ന പുസ്തകങ്ങളില്ല. പക്ഷെ ഇന്ത്യക്കകത്ത് ഈ അസമത്വങ്ങൾ ശാശ്വതവും ശരിയും ദൈവതുല്യവും ദൈവദാനവുമാണെന്ന് കരുതുന്ന അനേകായിരം പുസ്തകങ്ങളുണ്ട്. ഇന്ത്യൻ തത്വചിന്ത തന്നെ ഈ അസമത്വങ്ങളെ ന്യായീകരിക്കുന്ന വിധം പാകപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യയുടെ ബേസിക്കായൊരു പ്രകൃതം, കാസ്റ്റ് സിസ്റ്റം എന്നൊക്കെ, കാസ്റ്റ് എന്നൊക്കെ നമ്മൾ പെട്ടെന്ന് അങ്ങ് ഡിസ്കംഫർട്ടാവും. കാസ്റ്റൊക്കെ എന്തിനാണ് ഇത്രയും റിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പറയുന്നത്? കാസ്റ്റിനെ പലപ്പോഴും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, നമുക്ക് വെളിയിലുള്ള എന്തോ ഒരു കാര്യമായിട്ട് നമ്മൾ കാണാം. യഥാർത്ഥ കാസ്റ്റിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇൻറ്റേർണലൈസ് ചെയ്ത ഒരു മൂല്യമണ്ഡലമായിട്ടാണ് കാസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ സ്വയം ആന്തരവൽക്കരിച്ച ഒരു ബോധ്യം കൂടിയാണ്, ഒരു വീക്ഷണം കൂടിയാണ് കാസ്റ്റ് നമ്മൾ അറിയാം. എന്നാൽ നമ്മുടെ ആന്തരികതയെ, നമ്മുടെ മനോവ്യാപാരങ്ങളെ നിയന്ത്രിക്കുന്നതിൽ, പരുവപ്പെടുത്തുന്നതിൽ കാസ്റ്റ് സിസ്റ്റത്തിന് നിർണായകമായ സ്വാധീനം. അത് പലപ്പോഴും നമ്മൾ അറിയാറില്ല. നമ്മൾ അറിയണമെന്നില്ല, പേഴ്സണലി അത് അറിയണമെന്നില്ല, പക്ഷെ നമ്മളത് കൺസീവ് ചെയ്യും. അതൊരു എത്തിക്സ് ആണ് നമ്മൾ കരുതുന്നത്, അതൊരു ധാർമ്മികതയാണ് എന്ന് കരുതുന്നത്.
ഇപ്പോൾ ഗാന്ധി ഈ വൈക്കം ക്ഷേത്രത്തിൻ്റെ ഉടമയോട് പറയുന്നുണ്ട്, ഈ പിന്നോക്കക്കാരൊക്കെ നമ്മുടെ മതത്തിൽപ്പെട്ടവരല്ലേ, അതുകൊണ്ട് അവർ ആ വഴി കൂടി നടന്നോട്ടെ എന്ന് പറയുമ്പോൾ ആ ക്ഷേത്ര ഉടമ പറയുന്നൊരു കാര്യം, വഴി കൂടി അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള വഴി കൂടി, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കാലത്തെ ഒരു സംഭവം. ക്ഷേത്ര ഉടമ ചോദിക്കുന്നു, ഗാന്ധി നിങ്ങൾ ഒരു ഹിന്ദുവാണ്? അതെ, ഞാനൊരു സനാതന ഹിന്ദുവാണെന്ന് ഗാന്ധി മറുപടി പറയും. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഉടമ എന്ന ആ ബ്രാഹ്മണൻ ഗാന്ധിയോട് പറയുന്നൊരു കാര്യം, ഞാനും ഒരു ഹിന്ദുവാണ്. ഒരു ഹിന്ദു എന്ന നിലയിൽ അയിത്ത ജാതിക്കാരോട് അയിത്തം പാലിക്കാൻ ധാർമ്മികമായി ഞാൻ ബാധ്യസ്ഥനാണെന്ന് അദ്ദേഹം പറയുന്ന മറുപടി. ഞാൻ ആ മനുഷ്യന് ഒരു കുറ്റവും കാണുന്നില്ല. അയാളുടെ ഒരു പേഴ്സണൽ കാര്യമല്ല അയാൾ പറയുന്നത്. അതാണ് അയാളെ പഠിപ്പിച്ചിട്ടുള്ളത് സമൂഹം. അതാണ് അയാളുടെ ധാർമ്മികത അയാളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് അയാളുടെ തത്വശാസ്ത്രം അയാളെ പഠിപ്പിച്ചിട്ടുള്ളത്. അയാളുടെ മനോനില തെറ്റാതിരിക്കണമെങ്കിൽ അയിത്തം പാലിച്ചു പറ്റും, അല്ല അയാളുടെ മനോനില തെറ്റും. നമ്മൾ അങ്ങനെ അത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരാളെ കണ്ടു എന്ന കാരണത്താൽ, ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമോ, ഒരാളെ കണ്ടു എന്ന കാരണത്താൽ 18 പ്രാവശ്യം മുങ്ങിക്കുളിക്കുന്ന ഒരാൾ നോർമലാണെന്ന് നിങ്ങൾ കരുതുന്നുള്ളൂ? ഞാനൊക്കെ എന്തായാലും കരുതുന്നില്ല. ഈസ് അബ്നോർമൽ. നമ്മളെയൊക്കെ അബ്നോർമലാക്കുന്ന ഒരു ഘടനയാണ് ജാതിക്കുള്ളത്. നമ്മൾ മറ്റുള്ള ഇൻ്റർഡൈനിങ് ഇല്ല, ഇപ്പോൾ ഉണ്ടെന്നൊക്കെ പറയും, പക്ഷെ സൂക്ഷ്മാർത്ഥത്തിൽ ഇപ്പോഴും അത് പല രൂപത്തിൽ പ്രവർത്തിക്കും. നമ്മൾ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലായി. അതിന് പ്രത്യേകിച്ച് പുറത്തുനിന്ന് തെളിവൊന്നും കൂടെ നമ്മൾ തന്നെ സ്വയം ഒന്ന് ആലോചിച്ച് നമുക്ക് പിടികിട്ടും. നമ്മുടെ മലയാളത്തിൻ്റെ ഒരു കവിയുണ്ട്, രാജേഷ് ഒരു കവിതയിൽ പറയുന്നൊരു കവി, കല്യാണത്തിനൊക്കെ വന്നിട്ട് കുക്ക്ഡ് ഫുഡാണ് ബഹിഷ്കരിക്കത്തുള്ളൂ, ബേക്കറി ഒന്നും ബഹിഷ്കരിക്കില്ല. അത് കുഴപ്പമില്ല. പക്ഷെ ബേക്കറി ആരാ ഉണ്ടാക്കുന്നത് നമുക്കറിയില്ല കേട്ടോ. അത് നമുക്ക് പ്രശ്നം, നമ്മൾ കാണുന്നില്ലല്ലോ. കുക്ക്ഡ് ഫുഡ് ബഹിഷ്കരിക്കും. എന്നിട്ട് പറയുന്നത്, എനിക്ക് ഷുഗറാണ്, പ്രഷറാണ്, കൊളസ്ട്രോളാണ്, അവിടെ ഒരു പഴം തന്നാൽ മതി എന്നൊക്കെ പറയും. ഇറ്റ് ഈസ് പ്രാക്ടീസിങ് അൺടച്ചബിലിറ്റി യഥാർത്ഥത്തിൽ. പക്ഷെ നമുക്കതങ്ങനെ തോന്നത്തില്ല. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ജാതി എന്ന് പറയുന്ന പണ്ടെങ്ങോ ഉണ്ടായിരുന്ന എന്തോ ഒരു കാര്യം അതല്ല. നമ്മൾ തന്നെ പരുവപ്പെടും. നമ്മുടെ പെരുമാറ്റങ്ങളെ, നമ്മളുടെ ഭാവനകളെ, നമ്മളുടെ ബേസിക് ആസ്പിരേഷൻസിനെ ഒക്കെ സ്വാധീനിക്കുന്ന ഒരു മൂല്യമണ്ഡലമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് നമ്മൾ അറിയണം. അവിടെയാണ് ഈ ബഹിഷ്കരണം, സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്നത് കുറ്റമല്ലാതാകുന്ന അവിടെ. കാരണം സമൂഹത്തിൻ്റെ വലിയൊരു കൊയർഷൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരാളെ ഒരു അയിത്തജാതിക്കാരനെ ബഹിഷ്കരിച്ചാൽ അതൊരു കുറ്റമായിട്ട് നമുക്ക് തോന്നത്തില്ല. നമുക്ക് സമൂഹത്തിനത് തോന്നുന്നില്ല. അയാൾ കുറ്റവാളിയാണ്, അതുകൊണ്ട് അയാളെ ശിക്ഷിക്കണമെന്ന് നമ്മൾ നിർബന്ധിക്കുന്നില്ല. നമ്മൾ നോക്കി, നമ്മൾ കുറ്റകൃത്യങ്ങളോട് പ്രതികരിക്കുന്ന ഒരു സമൂഹം ഇന്ത്യൻ സമൂഹം. ഏതളവ് വരെ ശ്രദ്ധിച്ചാൽ നമുക്ക് പിടികിട്ടും. ഒരു മധ്യവർഗ സ്റ്റാറ്റസ് ഉള്ളവർ വരെ നമ്മൾ പ്രതികരിക്കും. സമൂഹ മനസാക്ഷി അപ്പോഴേ ഉണരും. ആദിവാസിയെ മരിക്കണമെങ്കിൽ പ്രതികരിക്കണമെങ്കിൽ ആദിവാസി വേണം, അല്ലെങ്കിൽ കുറേ ദളിതരും വേണം. വേറെ ആർക്കും അത് അവരുടെ ഹൃദയത്തെ അത് സ്പർശിക്കില്ലെന്നേ. എന്തുകൊണ്ട് സ്പർശിക്കില്ല? വൈ? നമ്മളുടെ ഹൃദയത്തിൻ്റെ ഭാഗമല്ല ഇവരാരും. പിന്നെ അവർ മലയാളികളാണ് നമ്മൾ എന്തിനാ പറയുന്നത്? ഇതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. നമ്മളത് സ്പർശിക്കുന്നില്ല. നമ്മുടെ സഹോദരങ്ങളാണെന്നോ, നമ്മുടെ നാട്ടുകാരനാണെന്നോ, നമ്മുടെ കൂടെ ജീവിക്കുന്നവരാണെന്നോ പോലും നമുക്ക് തോന്നുന്നില്ല. ഡൽഹിയിൽ ഒരു റേപ്പ് ഉണ്ടാകുമ്പോൾ കേരളം മുഴുവനും മെഴുകുതിരി കത്തിക്കപ്പെടും. കത്തിക്കണം കേട്ടോ, എനിക്ക് ആ കാര്യം തർക്കമൊന്നുമില്ല. കത്തിക്കുന്നതിന് ഞാൻ എതിരൊന്നുമല്ല. പക്ഷെ അന്നേരം മാത്രം കത്തിക്കരുത്, അവിടെയാ പ്രശ്നം കിടക്കുന്നത്. സമാനമായ സംഭവം ഇവിടെ ഉണ്ടാകും. നമുക്ക് മെഴുകുതിരി കിട്ടാനില്ല കേരളത്തിൽ. അതെന്താ? അപ്പം നമ്മുടെ മനസാക്ഷിയെ പോലും മരവിപ്പിച്ച് വികൃത മനോഭാവമുള്ള ജന്തുക്കളാക്കി നമ്മളെ മാറ്റുന്നു. ഇത് ഞാൻ വെറുതെ അതിശയോക്തി പറയുന്നില്ല.
ഒരു കാസ്റ്റ് വാർ നടക്കുക. അവിടെ സ്ത്രീകളും പുരുഷന്മാരും വട്ടത്തിൽ നിന്നിട്ട് ഒരു കുടുംബത്തെ കൊല്ലുക, ടോർച്ചർ ചെയ്യുക. അമ്മ, മകൾ, 2 ആൺമക്കൾ. ഈ 2 ആൺമക്കളോട് ഈ ആൾക്കൂട്ടം ആവശ്യപ്പെടുന്നത് അമ്മയെയും പെങ്ങളെയും ബലാത്സംഗം ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. ഇത്രയും നികൃഷ്ടമായി ആവശ്യപ്പെടാൻ ഒരു ജനക്കൂട്ടത്തെ പ്രേരിപ്പിക്കുന്ന വികാരം എന്താണെന്ന്. ഇപ്പൊ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതല്ല, ആ കൊല്ലപ്പെട്ടവരല്ല, ആ ജനക്കൂട്ടത്തിൻ്റെ മനസ്സാണ് യഥാർത്ഥത്തിൽ നമ്മൾ പരിഷ്കരിക്കേണ്ടത്. അവരാണ് മാറേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മളാണ് മാറേണ്ടത്, ആദിവാസിയല്ല. നമ്മളാണ് മാറേണ്ടത്. നമുക്ക് അവരോടുള്ള മനോഭാവമാണ്. നമ്മുടെ ഈ യൂറോപ്യൻ ഗെയ്സ്, ബ്രാഹ്മണിക്കൽ ഗെയ്സ് എന്നൊക്കെ നമ്മുടെ ഈ നോട്ടം ഉണ്ടല്ലോ, അവനെ കാണുമ്പോൾ തന്നെ അവൻ കൊള്ളിയൽ എന്നൊക്കെ പറയുന്ന ആ ഒരു മനോഭാവം ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ബഹിഷ്കരണത്തെ, സോഷ്യൽ ബഹിഷ്കരണത്തെ സാധ്യമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ സാമൂഹികമായ ബഹിഷ്കരണം നിലനിൽക്കുന്നത് കൊണ്ട് ഇന്ത്യക്കകത്ത് സിറ്റിസൺഷിപ്പിലെ ബഹിഷ്കരണവും ഒരു സാധാരണ സംഗതിയായി മാറുകയാണ്. അപ്പോൾ ബഹിഷ്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് എന്തായിരിക്കും സ്വാഭാവികമായും ആധുനിക ദേശരാഷ്ട്രം ഉണ്ടാകുമ്പോൾ അവർ ബഹിഷ്കൃത ജനതയായി മാറുകയാണ്, മാർജിനൽ മനുഷ്യരായി മാറുകയാണ്, സ്റ്റേറ്റിൻ്റെ അവകാശങ്ങൾ പൂർണ്ണമായും ഇല്ലാത്തവരായി മാറുകയാണ്, അത് ക്ലെയിം ചെയ്യാൻ പറ്റാത്തവരായി മാറുകയാണ്. അവരുടെ സോഷ്യൽ ലൊക്കേഷൻ അതിന് പറ്റുന്നൊരു സ്ഥലമല്ലാതായി മാറുന്നു. അവർക്ക് റിസോഴ്സസിൻ്റെ മേൽ, അവസരങ്ങളുടെ മേൽ ആക്സസ് ഇല്ലാതെ വരുന്നു. അവർക്ക് വേണ്ടി ഈ ഒരു ഏജൻസി പ്രവർത്തിക്കാതെ വരുന്നു. ഇങ്ങനെ പലവിധ ലാക്കുകളാൽ ഇവർ മാർജിൻ ചെയ്ത് പുറത്താവും, പൗരത്വത്തിൽ നിന്ന് പുറത്താവും. അതൊരു വശം മാത്രമേ ഉള്ളൂ. രണ്ടാമത്തൊരു വശം, ഈ മാർജിനൽ കമ്മ്യൂണിറ്റീസ് സ്വയം എങ്ങനെയാണ് അറിയുന്നത് എന്നൊരു കാര്യം കൂടി നമ്മൾ ഒരുമിച്ച് കാണും. ഇവരെങ്ങനെയാണ് സ്വയം കാണുന്നത്? മാർജിനൽ കമ്മ്യൂണിറ്റീസ് സ്വയം കാണുന്നത് എങ്ങനെയാണ്? ഞാൻ ആദിവാസികൾ കേരളത്തിൽ സ്വയം അവരെങ്ങനെയാണ് കാണുന്നത്? അവരവകാശമുള്ള പവർഫുള്ളായ ഒരു ജനതയായിട്ട് സ്വയം കാണുന്നില്ല. കാണാൻ നമ്മൾ സമ്മതിക്കില്ല. ഞാൻ അട്ടപ്പാടിയിൽ ആദിവാസി മേഖല ഒരിക്കൽ ഒരു പ്രോഗ്രാമിനായിട്ട് പോയിട്ട് വന്നൊരു ജംഗ്ഷനിൽ നിൽക്കുക. ഉടനെ ഓട്ടോറിക്ഷക്കാരൻ, ഒരു ആദിവാസി വന്ന് ഓട്ടോക്കാരനോട് ഓട്ടോറിക്ഷ വിളിക്കുക. ഓട്ടോറിക്ഷക്കാരൻ പോകുന്നില്ല. എന്താണ് പോകുന്നത്? നേരത്തെ പൈസ നേരിക്കുള്ളൂ പോകത്തുള്ളൂ. ഇപ്പം നീ പൈസ തരണം എന്നാലേ ഞാൻ വരുവുള്ളൂ എന്നാണ് പറഞ്ഞത്. അതായത് അവർ തമ്മിൽ ചെറിയൊരു ഒച്ചയും ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ബസ് വന്നു. ബസ്സിൽ കയറി ആദിവാസി അങ്ങ് പോയി. അപ്പം ഞങ്ങൾ ഈ ഓട്ടോക്കാരനെ വിളിച്ചിട്ട് സംസാരിച്ചു. അതെന്താ അവനോട് ഇപ്പം നിങ്ങൾ പൈസ ചോദിച്ചു? അത് സാറേ, അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവന്മാരുടെയൊക്കെ സ്ഥലത്ത് അവന്മാർ പൈസ ഇല്ലാത്തല്ലോ, അവന്മാർ അവിടെ ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കി അവന്മാർ പോവുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പൈസ ചോദിച്ചത്. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെയൊക്കെ നാട്ടിലാണ് അഡ്വാൻസ് ആയിട്ട് പൈസ ചോദിച്ചാൽ ഞങ്ങൾ അടിയാണ് കൊടുക്കാറുള്ളത് എന്ന് അയാളോട് പറഞ്ഞു. അല്ല, ഇവിടെ നിങ്ങൾ സമ്മതിക്കുമോ? ഒരു ഓട്ടോക്കാരനെ ചെന്ന് വിളിക്കുന്നു, ആദ്യമേ പൈസ നല്ലതിനെ കൊണ്ടിറക്കുമെന്ന് പറഞ്ഞു. സമ്മതിക്കില്ല. മാത്രമല്ല, ഹയറിങ് ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ കിടക്കുന്ന ഓട്ടോ എവിടെ പോകണമെന്ന് പറയാനും കൂടെ വരണം. അതിനുവേണ്ടിയാണ് അവിടെ കിടക്കണേ. ഞങ്ങൾ ഈ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ കിടക്കുന്ന ആ ഓട്ടോ എടുത്ത് അപ്പുറത്ത് ആ പില്ലർ വരെ, എനിക്ക് ആ പില്ലർ വരെ പോകണം. ആ മാന്നാനത്തിനും മെഡിക്കലിനും തിരിയുന്നവിടെ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പില്ലർ വെച്ചിട്ടുണ്ട്. എനിക്ക് അവിടം വരെ പോകണമെന്ന് പറഞ്ഞാലും അവൻ വരണം. അവിടെ നിങ്ങൾക്ക് നടന്നു പോകാൻ പറ്റില്ലെന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, അതാ നിയമം. പക്ഷെ ആദിവാസി ഓട്ടോറിക്ഷ വിളിച്ചാൽ അവൻ ആദ്യം കാശ് കൊടുക്കണം അവൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ മുകളിൽ ഒരു സോഷ്യൽ കൊയർഷൻ, സാമൂഹികമായൊരു ബലപ്രയോഗം അവിടെ നടക്കുന്നത്. നമുക്കാർക്കും അങ്ങനെയൊന്നും തോന്നിയല്ല. അവൻ കള്ളെല്ലാം കുടിച്ച് നടക്കുന്ന അവനോട് അങ്ങനെ നേരത്തെ മേടിക്കാൻ നല്ലതെന്നാണ് നമ്മളുടെ കൺസെൻറ്റാണ്. അത് നമ്മുടെ കൺസെൻറ്റാണ്. മറ്റവൻ കാണിക്കുന്ന അക്രമത്തിന് നമ്മൾ കൺസെൻറ്റ് കൊടുക്കുക. ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. ആദിവാസി എപ്പോഴും എന്താ സ്വയം വിചാരിക്കുക? അവകാശമില്ലാത്തവനാണ് നാം വിചാരിക്കുന്നത്. എന്നാൽ ആ വട്ടം എത്തുക, ആ സർക്കിൾ പൂർണ്ണമാവുക, വട്ടം അവൻ അവകാശം. പിന്നെ അവൻ പൗരത്വത്തിലേക്ക് കടക്കണമെങ്കിൽ സ്ട്രഗിള് മാത്രമാണ് അവൻ്റെ മുന്നിലുള്ളൊരു വഴി.
അവൻ ബേസിക്കായ ആവശ്യങ്ങൾക്കായിട്ട് വലിയ പ്രക്ഷോഭത്തിലേക്ക് വരികയും അത്തരം പ്രക്ഷോഭങ്ങൾ രണ്ട് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു. ഒന്ന്, അവൻ ആവശ്യപ്പെടുന്ന കാര്യം കിട്ടണം. രണ്ട്, അവനെ പൗരത്വത്തിൽ കൂട്ടിച്ചേർക്കണം എന്നുകൂടി അതിൻ്റെ അർത്ഥം. ആദിവാസി പ്രക്ഷോഭങ്ങളെ, ദളിതരുടെ പ്രക്ഷോഭങ്ങളെ, സ്ത്രീകളുടെ പ്രക്ഷോഭങ്ങളെ ഒന്നും വെറുതെ ഇവിടെ NGOs നടത്തുന്ന സമരം പോലെ നമ്മൾ എടുക്കരുത്, അല്ലെങ്കിൽ സ്റ്റാഫ് അസോസിയേഷൻ നടത്തുന്ന സമരം പോലും എടുക്കുക. അതല്ലത്. അത് കൃത്യമായും മെറ്റീരിയൽ ആയിട്ടുള്ള ചില ആവശ്യങ്ങളെ മുൻനിർത്തിയുള്ള സമരം. ഇതല്ല. പൗരത്വത്തിന് വേണ്ടിയുള്ള, പൂർണ്ണ പൗരത്വത്തിന് വേണ്ടിയുള്ള ഒഴിവാക്കപ്പെട്ട വിഭാഗങ്ങളുടെ ഒരു സംഗതി കൂടിയാണ്. ഇത്തരം സമരങ്ങളിലൂടെയാണ് പൗരസങ്കല്പം വികസിക്കുന്നത് ചരിത്രത്തിൽ. ആദ്യമുണ്ടായ പൗരസങ്കല്പമല്ല ഇപ്പോൾ ഉള്ളത്. കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളാൻ കഴിയും, പ്രാപ്തിയുള്ള ഒരു പൗരസങ്കല്പം ലോകത്ത് ഉണ്ടായി വന്നത്. അപ്പോൾ അതിന് പ്രേരകമായിരിക്കുന്നത് പുറന്തള്ളപ്പെട്ടവരുടെ പ്രക്ഷോഭങ്ങൾ. ഈ പ്രക്ഷോഭങ്ങൾ എന്ന് പറഞ്ഞാൽ വെറുതെ സമരം എന്നല്ല അർത്ഥം. അത് പൗരത്വത്തിന് വേണ്ടിയുള്ള, പൗരത്വത്തിൻ്റെ അകത്തേക്ക് കയറി ഇരിക്കാനുള്ള ഒരു ജനതയുടെ വ്യത്യസ്ത വിഭാഗങ്ങളുടെ അഭിലാഷമായിട്ടാണ് നമ്മളതിനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇത് പൗരത്വം പണ്ട് ഡിഫൈൻ ചെയ്തതുപോലെ മാറ്റമില്ലാതെ തുടരുമെന്ന് നമ്മൾ കരുതേണ്ടതില്ല. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, വികസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബഹിഷ്കൃതർ സ്വയം ഓരോ ആൾക്കാരെ ബഹിഷ്കരിക്കുന്നു എന്നത് മാത്രമല്ല, ബഹിഷ്കരിച്ചിട്ട് അവൻ തന്നെ സ്വയം താണവനാണ്, സ്വയം ബഹിഷ്കൃതനാണ്, ഒന്നുമില്ലാത്തവനാണ് എന്ന് തോന്നുന്നിടത്താണ് ഇതിൻ്റെ അങ്ങനെ ഒരു റെക്കഗ്നീഷൻ അവൻ്റെ മേൽ വെക്കുന്ന ഒരു സംഗതി. ഞാൻ ഈ പൊതു പ്രവർത്തനത്തിലൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഒരു ദിവസം ഞങ്ങളിങ്ങനെ ഒരു ചർച്ചയിൽ ഇങ്ങനെ ഒരു കക്ഷി, ഹീസ് നോൺ ദളിതല്ല ഇയാളിങ്ങനെ ഒരു 15 മിനിറ്റ് സംസാരിച്ചത് മുഴുവനും ദളിതർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് പുള്ളിയോട് ചോദിച്ചു, അപ്പോൾ നിങ്ങളൊരു പ്രശ്നം നേരിടുന്നില്ലേ? ദളിതർ നേരിടുന്ന പ്രശ്നത്തെക്കുറിച്ച് പുള്ളി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. പുള്ളിയുടെ വിഭാഗം ഒരു പ്രശ്നം നേരിടുന്നില്ലെന്ന് തോന്നും പുള്ളി പറയുന്ന കേട്ടാൽ. ഇത് വലിയൊരു ഫൗൾ പ്ലേ ആണത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബ്രാഹ്മണനടക്കം ജാതി വ്യവസ്ഥയാൽ വികൃതമാക്കപ്പെട്ട മനുഷ്യരാണ്. ഇന്ത്യക്കകത്ത് ഏറ്റവും കൂടുതൽ ജാതിയെ ആന്തരവൽക്കരിച്ചൊരു വിഭാഗം ബ്രാഹ്മണ സമൂഹമാണ്. ബാക്കിയുള്ളവരൊന്നുമല്ല, ദളിതരോ ആദിവാസികളോ ഒന്നുമല്ല, അല്ലെങ്കിൽ നായന്മാരോ ഒന്നുമല്ല. അവർ ബ്രാഹ്മണരാണ് ഏറ്റവും ഷാർപ്പായി ഇതിനെ ആന്തരവൽക്കരിച്ചൊരു വിഭാഗം. പക്ഷെ നമ്മുടെ സോഷ്യോളജി പറയുന്നത് എന്നാണെന്നറിയാവോ? ജാതിയുള്ളത് ദളിതരും ആദിവാസികളൊക്കെയാണ് ജാതി എന്നൊരർത്ഥം. അങ്ങനല്ല. പക്ഷെ ഇത് കാസ്റ്റായിട്ടല്ല അവരതിനെ ആന്തരവൽക്കരിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. ആചാരങ്ങളായിട്ടാണ്, അനുഷ്ഠാനങ്ങളായിട്ടാണ്, സംസ്കാരമായിട്ടാണ്. ഈ 3 പദങ്ങളാണ് കാസ്റ്റിന് പകരം അവർ ഉപയോഗിക്കുന്നത്. ഒരു ഉദാഹരണം പറയും. ഈ R.K. നാരായണൻ എന്ന് പറയുന്നൊരു എഴുത്തുകാരൻ, നമുക്കറിയാം. R.K. നാരായണൻ്റെ ആത്മകഥയിൽ R.K. നാരായണൻ ഒരു വീടെടുക്കുന്നതിനെ കുറിച്ച് MSS പാണ്ഡ്യൻ്റെ ഒരു വിശദീകരണമുണ്ട്. അയാൾക്ക് ബാംഗ്ലൂർ ജോലി കിട്ടുന്നു R.K. നാരായണൻ. അയാളവിടെ ചെല്ലുന്നു. അപ്പോൾ വീടെടുക്കുന്നു. അങ്ങനെ ചെറിയ വീടൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം അച്ഛനും അമ്മയും കൂടെയുണ്ട്. അതുകൊണ്ട് കുറച്ചൊരു വലിയ വീട് വേണം. വലിയ വീടെടുത്തു. 2 കുക്ക് വേണം. 2 കുക്ക് വേണമെന്ന് പറഞ്ഞാൽ, ഒന്ന് എൻ്റെ ഭാര്യ, R.K. നാരായണൻ്റെ ഭാര്യ നോൺ കഴിക്കുന്ന ആളാണ്. അപ്പോൾ അതിന് വേറെ കുക്ക് വേണം. അച്ഛനും അമ്മയ്ക്കും കുക്ക് വേണമെന്ന് മാത്രമല്ല, അത് ബ്രാഹ്മണനായിരിക്കുകയും വേണം. അപ്പോൾ 2 കുക്കിനെ അന്വേഷിച്ച് നടക്കുക. അപ്പോൾ ഈ വലിയ വീട് എന്തിനാന്ന് ചോദിച്ചാൽ, ഇവിടെ ഇറച്ചിയും മീനും ഉണ്ടാക്കുമ്പോൾ മണം അങ്ങോട്ട് ചെല്ലാതിരിക്കാനാണ് അതിങ്ങനെ വലിയ വീട് എടുത്തത്. അപ്പോൾ വലിയ വീട് എടുക്കണം, 2 കുക്ക് വേണം, കുക്കിനകത്ത് ബ്രാഹ്മണൻ ഒരു കുക്ക് ആയിരിക്കണം. ഈ കഷ്ടപ്പാട് എന്ത് സംരക്ഷിക്കാനാണ്? എന്ത് കൾച്ചർ സംരക്ഷിക്കാനാണ്? ദാറ്റ് ഈസ് വാട്ട് ഈസ് കാസ്റ്റ്. ജാതി അത്. പക്ഷെ നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ വിചാരിക്കുന്നത് എന്തോ വലിയ സംസ്കാരം സംരക്ഷിക്കാനാണ്.
ഒന്നുമില്ല, വെറുതെ പറയുന്ന ജാതിയാണ് കാസ്റ്റ്. കാസ്റ്റിനെ ഇൻറ്റേർണലൈസ് ചെയ്തുകൊണ്ടാണ് ഈ ബ്രാഹ്മണ നല്ല കുക്ക് വേണമെന്നല്ല പറയുന്നത്. നമ്മളങ്ങനെ ഒരു കുക്കിനെ അന്വേഷിക്കുമ്പോൾ നന്നായിട്ട് പാചകം ചെയ്യുന്ന ഒരാളെന്നല്ലേ പറയുക. അതാണല്ലോ മനുഷ്യൻ്റെ ഒരു സ്വഭാവം. നന്നായിട്ട് പാചകം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ബ്രാഹ്മണനായിരിക്കണം എന്നുള്ളവരെ നമുക്ക് നിർബന്ധം. ഇവിടെ അതിൻ്റെ പ്രശ്നം കിടക്കും. ഇത് കാസ്റ്റാണെന്ന് മനസ്സിലാക്കാൻ PhD ഒന്നും വേണ്ടെന്നേ, നമുക്കൊരു സൂക്ഷ്മ നിരീക്ഷണം. പക്ഷെ നമ്മളത് സമ്മതിക്കില്ല, കാരണം നമ്മളിത് ചെയ്യുന്നുണ്ട്. അതതിൻ്റെ കാര്യം. നമ്മളും ഇതിൻ്റെയൊക്കെ ഇരകളും ഒരേ സമയം ഇരകളും പ്രാക്ടീഷണേഴ്സുമാണ് ആണെങ്കിൽ. അപ്പോൾ ഇത്തരമുള്ള സാമൂഹ്യ വിഭജനങ്ങളെയും ബഹിഷ്കരണങ്ങളും പൗരത്വം എന്നതിനെ അടഞ്ഞതും എല്ലാവർക്കും ഷെയർ ചെയ്യാൻ കഴിയാത്തതുമാക്കി നിലനിർത്തിയിട്ടുള്ളതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ പൗരത്വത്തെ വികസിപ്പിക്കുവാനും പൗരത്വം എല്ലാവർക്കും ലഭ്യമാക്കുവാനും നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് നമ്മുടെ സമൂഹത്തിലെ ബന്ധങ്ങളെ, സമൂഹത്തിലെ വ്യത്യസ്ത മനുഷ്യരും വ്യത്യസ്ത വിഭാഗങ്ങളിൽ തമ്മിലുള്ള ബന്ധത്തെ മോർ ഡെമോക്രാറ്റിക്കായി പുനർനിർമ്മിക്കുക എന്നതാണ്. സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ബന്ധം, യൂണിവേഴ്സിറ്റിക്കകത്തെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ബന്ധം, അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം, അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം, വ്യത്യസ്ത സാമുദായിക വിഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം, മതവിഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഡെമോക്രസിയുടെ പ്രിൻസിപ്പിൾ ഉണ്ടോ എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഡോക്ടർ BR അംബേദ്കർ സോഷ്യൽ ഡെമോക്രസിയെ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ്. ഡെമോക്രസിയെ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ്, ഒരു ജീവിത രീതിയാണെന്നാണ് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരുന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ജീവിതം എത്രമേൽ ഡെമോക്രാറ്റിക്കാണ് ഓർ അൺഡെമോക്രാറ്റിക് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അൺഡെമോക്രാറ്റിക്കാണ്, ഒട്ടും ഡെമോക്രാറ്റിക് അല്ല. ഞാനാണ് എൻ്റെ ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ കേട്ടോണം. അതിനകത്ത് എന്തെങ്കിലും അൺഡെമോക്രസി ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നേയില്ല. കഴിഞ്ഞ ദിവസം ഒരു ഭർത്താവ് ഭാര്യയെ മർദ്ദിച്ച് അപമാനിച്ച് ഭാര്യ ആത്മഹത്യ ചെയ്തു. ആ കുട്ടി വീട്ടിലേക്ക് വിളിച്ചു പറയുന്നുണ്ട്, ഇയാൾ എന്നെ കൊല്ലാൻ സാധ്യതയുണ്ട്, 100 പവൻ എന്തോ കൊടുത്ത് കെട്ടിച്ചപ്പോൾ പറ്റാം. അപ്പോൾ അതുകൊണ്ട് അച്ഛനും അമ്മയും ഇടപെടണം. അതുകൊണ്ട് അച്ഛനും അമ്മയും പറഞ്ഞു, മക്കളെ വിവാഹ ജീവിതം ഇങ്ങനെയൊക്കെയാണ്, പെണ്ണുങ്ങളെ കുറേ സഹിക്കണമെന്നാണ്. സഹിച്ച് ചോദിച്ചാൽ പെൺകൊച്ചിൻ്റെ ഡെഡ് ബോഡിയാണ് പിന്നെ വീട്ടിലേക്ക് വന്നത്. ഇതിനകത്ത് എന്ത് ഡെമോക്രസി ആയിരിക്കുന്നു? കേരളത്തിലെ സാമുദായിക വിഭാഗങ്ങൾ NSS അല്ലെങ്കിൽ ബ്രാഹ്മണ സമാജം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന സവർണമായിട്ടുള്ള കമ്മ്യൂണിറ്റീസ് പറഞ്ഞാൽ അവരിത് കേൾക്കും, ഭരണകൂടം കേൾക്കും. ഈ കീഴ്ത്തട്ടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കമ്മ്യൂണിറ്റീസ് പറഞ്ഞാൽ അവർ കേൾക്കും. നിങ്ങളെ സംഘടിച്ച് വരാനാണ് പറഞ്ഞു. അത് കേട്ടാൽ തോന്നുന്നു ഇവരെല്ലാം സംഘടിച്ച് നിൽക്കുന്നു. ചുമ്മാ പറയുന്നത്, ആരും സംഘടിപ്പിക്കുന്നതാണ്. ഈ NSS കൂടെ എത്ര നായന്മാരുണ്ടെന്ന്, അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ പുറത്താണ്. NSS മെമ്പർഷിപ്പ് ഇല്ലാത്ത നായന്മാരാണ്. എന്നിട്ട് വെറുതെ നമ്മൾ പറയാം അവർ സംഘടിച്ച്. 6 കേരള കോൺഗ്രസ് ഉണ്ട്, ക്രിസ്ത്യാനി മുഴുവൻ സംഘടിച്ചിരിക്കുവാണ്. 6 കേരള കോൺഗ്രസ് ഉണ്ട്, പക്ഷെ അവർ പറഞ്ഞാൽ കേൾക്കും. 6-ൽ ഒരാൾ പറഞ്ഞാലും കേൾക്കും. ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുക. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, നീ പോയി സംഘടിച്ചിട്ട് വരാം. ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്നത് ഒരു ഡെമോക്രസി ഇല്ലായ്മയാണ് ബേസിക്. അതുകൊണ്ട് ഇതിനൊക്കെ ഒരു പരിഹാരം നമ്മൾ നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ സാമൂഹിക ബന്ധങ്ങളിൽ, ഇൻ്റർ റിലീജിയസ് ബന്ധങ്ങളിൽ ഒക്കെ ഡെമോക്രാറ്റിക് സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന മൂല്യം പ്രവർത്തിക്കണം. നിങ്ങൾ പെൺകുട്ടികളോ ആൺകുട്ടികളോ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് പറ്റുമോ? നമ്മൾ അങ്ങനെ തുടങ്ങണ്ട. അതല്ലാതെ സമൂഹത്തെ എല്ലാവരും ചെയ്യണം, കൂടെ ഞാനും ചെയ്തോളാം എന്നല്ല. നമ്മളാ ചെയ്യണം, നമ്മൾ തുടങ്ങണം. അത് മാതൃകയായി മാറണം. നമ്മൾ മറ്റുള്ള വിഭാഗങ്ങളെ അതറൈസ് ചെയ്യുന്ന ഒരു ഗെയ്സ് നടത്തരുത്. അവരൊക്കെ കുഴപ്പക്കാരാണ്, കൊള്ളിയല്ലാത്തവരാണ് എന്ന രീതിയിലല്ല, അവർ മനുഷ്യരാണെന്നുള്ള രീതിയിൽ, അവർ നമ്മളെപ്പോലെ തന്നെയുള്ള അവകാശമുള്ള മനുഷ്യരാണെന്നുള്ള രീതിയിൽ ആണ് അവരെന്നുള്ള രീതിയിൽ. ഈ ബഹിഷ്കരണത്തിൻ്റെ ഒരു തത്വബോധം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. എൻ്റെ തത്വബോധം ഇതാണ്: ഞാൻ ഒരാളെ ബഹിഷ്കരിക്കുന്നതിലൂടെ ഇയാൾക്ക്
ക്രിയേറ്റീവ് ബീയിങ് ആണെന്ന് ആ അതാണ് ഞാൻ റദ്ദ് ചെയ്യുന്നത്. അയാൾ ചിന്തിക്കാനും ഭാവന ചെയ്യാനും കഴിയുന്ന ഒരു ജന്തുവാണ് എന്ന കാര്യത്തെയാണ് ഞാൻ നിഷേധിക്കുന്നത് പൂർണ്ണമായിട്ട്. എന്നെപ്പോലെ ചിന്തിക്കുന്ന, ഭാവന ചെയ്യുന്ന, വികാരം കൊള്ളുന്ന ഒരാളാണ് എന്ന് ഞാൻ അംഗീകരിക്കാത്തിടത്താണ് അയാളെ ഞാൻ തള്ളിപ്പറയുന്നത്, പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നത്. അത് ഒരു ഹ്യൂമൻ നേച്ചറല്ല എന്ന് മനസ്സിലാക്കാനുള്ള വിവേകമാണ് പൗരത്വത്തെ കൂടുതൽ വിസ്തൃതവും എല്ലാവർക്കും അക്സസ് ഉണ്ടാകുന്ന ഒരു സ്ഥലിയുമാക്കി മാറ്റാൻ നമ്മളെ പ്രാപ്തമാക്കുക. ഇന്ത്യക്കകത്ത് ഇത് ശ്രമകരമായ ജോലിയാണെങ്കിലും അസാധ്യമാണ് നമ്മൾ കരുതേണ്ടതില്ല. നമ്മുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട ചർച്ചകളെ ഈ ദിശയിൽ സാമൂഹിക ബന്ധങ്ങളുമായി റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കുവാനും അതല്ലേ വലിയ അബദ്ധങ്ങൾ നമ്മൾ ചെന്ന് ചാടും. നമ്മളെല്ലാം പൗരന്മാരാണ്, നമ്മളെല്ലാം തുല്യരാണ് എന്ന ഒരു മിഥ്യാസങ്കല്പത്തിൽ നമുക്ക് ജീവിക്കേണ്ടി വരും. തത്വത്തിൽ നമ്മുടെ ഭരണഘടന നമ്മളെല്ലാവരും തുല്യരാണെന്ന് പറയുന്നുണ്ടെങ്കിലും ആക്ച്വൽ ലൈഫിൽ നമുക്ക് തുല്യത ഇനിയും റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന കാര്യം, അതിൻ്റെ തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന കാര്യം നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യുവാനും അതിനെ കൺഫ്രണ്ട് ചെയ്യുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ നിലക്കുള്ള ഒരു വൈജ്ഞാനിക പരിസരമാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നല്ലൊരു ലെക്ചറായിരുന്നു. എനിക്ക് എല്ലാം കൃത്യമായിട്ട് ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത്. കാര്യമായ സംശയങ്ങളൊന്നും ബാക്കി വെക്കാത്ത രീതിയിൽ തന്നെയായിരുന്നു ലെക്ചർ. എനിക്ക് ചെറിയൊരു അഭിപ്രായം പറഞ്ഞ് ചെറിയൊരു താങ്കളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയുള്ള ഒരു ഇതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പറഞ്ഞാൽ നമ്മളിപ്പോ താങ്കൾ പറഞ്ഞ പോലെ ഈ ഇപ്പോ ഒരു മെയിൻ സ്ട്രീം സോക്കോൾഡ് മെയിൻ സ്ട്രീം ഇമാജിനേഷൻ ആ സൊസൈറ്റിനെ കുറിച്ചുള്ള എന്താണ് ഒരു മലയാളി ആരാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഇമാജിനേഷൻ ഒക്കെ അത് രൂപപ്പെട്ടു വന്നത് ഇവിടെ പണ്ടോട്ട് തുടർന്നു വന്ന ഒരു സൊസൈറ്റൽ സിസ്റ്റത്തിന്റെ അകത്തും അതിന്റെ വർക്കിംഗ് വെച്ചിട്ടാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ അത് തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹിത്യ കൃതികൾ അല്ലെങ്കിൽ സിനിമകൾ ഇത് വെച്ചിട്ടാണ് ഇപ്പോഴും അത് തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വെച്ചിട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കൾച്ചറൽ ഇൻഡസ്ട്രിയിലെ വർക്കിംഗ് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കളുടെ അഭിപ്രായം? ഇത് ഈ സാംസ്കാരികമായ മണ്ഡലത്തിലെ റിപ്രൊഡക്ഷൻസ് അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നത് ഇതിനെ ഉറപ്പിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ അത് മാത്രമല്ല, മറ്റൊരു ട്രെൻഡ് കൂടി കേരളത്തെ ശക്തിപ്പെടുന്നുണ്ട്. ഇതിനെ പൊളിക്കുന്ന വേറൊരു ട്രെൻഡ് കൂടി നമ്മുടെ കൾച്ചറൽ മേഖലയിൽ ഇപ്പോൾ അരങ്ങേറുന്നു. അതായത് സോക്കോൾഡ് മലയാളി സമൂഹം എന്നുള്ളൊരു സങ്കല്പത്തിനകത്തുള്ള നമ്മുടെ സിനിമ, നാടകം, ഗാനങ്ങൾ, സിനിമാ ഗാനങ്ങൾ, അതിൻ്റെ ട്യൂൺ, ഈ സംഗതികളൊക്കെ അതാണ് ഒരു 2000 വരെയൊക്കെ അടിത്തിമർത്ത ഒരു സംഭവം. അതാണ് 2000-ന് ശേഷം അതിനെ നെടുകെ പുലർക്കുന്ന തരത്തിലുള്ള ചില പ്രൊഡക്ഷൻസ് നമ്മുടെ സമൂഹത്തിൽ അതൊരു വളരെ ഫലപ്രദമായി തന്നെ അത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ പരമ്പരാഗത സങ്കല്പത്തിലെ മനുഷ്യരാണ് ഈ ആദ്യകാല ഈ സിനിമയിലെല്ലാം നിറഞ്ഞുള്ളത്. അപ്പോൾ അതിങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എലൈറ്റ് ക്ലാസ് ആൻഡ് എലൈറ്റ് കാസ്റ്റ് എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ് മലയാളിയുടെ ഒരു സംഗതിയായിട്ട് വരുന്നത്. നമ്മൾ വൈകാരികമായി അതിനോട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ അങ്ങനെ ഇത് ബൈൻഡ് ചെയ്തിരിക്കുന്നത്. ആ ഇമാജിനേഷൻ അകത്ത് ജീവിക്കുന്നതുകൊണ്ട് ഒരു നമ്പൂതിരി കുടുംബം, 5 പെണ്ണുങ്ങളും ഒരാണും മാത്രമുള്ള നമ്പൂതിരി കുടുംബം, ദാരിദ്ര്യമാണ്. അപ്പോൾ ചെന്ന് പടച്ചോറൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് കഴിക്കുന്നു. ഇത് കാണുമ്പോൾ നമ്മളൊക്കെ ഭയങ്കര കരച്ചിലാണ്. അയ്യോ ഒരു ഭയങ്കര ദാരിദ്ര്യത്തിലാണോ. അപ്പോൾ ഇതിനകത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ ഈ 5-6 പേര് യഥാർത്ഥത്തിൽ കൂലിപ്പണിക്ക് പോയ 6000 രൂപ ഒരു ദിവസം കിട്ടുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഇമാജിനേഷൻ കൊണ്ട് പോകുന്നില്ല. ഇവർക്ക് എന്ത് മറ്റേ റോഡ് പണിക്കൊക്കെ പോകാമല്ലോ, 1500 രൂപ കിട്ടും.
9,000 രൂപ ഒരു ദിവസം കൂടെ ഈ പടച്ചോറ് നല്ല ഭക്ഷണമൊക്കെ മേടിച്ച് കഴിക്കാം. പക്ഷെ നമുക്കൊരു സങ്കല്പമുണ്ട്, അവർ പണിക്ക് പോകേണ്ടവരല്ല എന്നുള്ളതാണ് ആ സങ്കല്പം. ഞാനതിൻ്റെ അതാ ഇങ്ങനെ റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ കൃഷിയൊക്കെ തിരിച്ചു വരണം, എല്ലാവരുടെയും വലിയ ആഗ്രഹമാണ്. ആര് പണി ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിന് പണിക്കാറുണ്ടല്ലോ എന്നുള്ളതല്ലേ ഇതിനെ ഇറക്കുന്നത്. അങ്ങനല്ല, കൃഷി തിരിച്ചു വരണം. അതിന് പറ്റുന്നത് എല്ലാവരും പണിയെടുക്കണം, അല്ലെങ്കിൽ അത് മെക്കനൈസ് ചെയ്യണം. അതല്ലാതെ പണ്ട് പാടത്ത് പണിത പുലയനും പറയുന്നു എന്നുള്ളതാണ് ഈ പണിതോണെന്ന് പറയുന്നത്. ഇതിനകത്ത് കഥ അത് കാസ്റ്റാണ്, അതാണ് പറയുന്നത്. അതിന് പൊളിക്കുന്ന പുതിയ സിനിമകൾ വരുന്നുണ്ട്. ആ സിനിമകൾ കൾച്ചറിൽ ഭയങ്കര ബ്രേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, വളർത്തിയിട്ടുണ്ട് ഇവരെ. ഈ വരിക്കാശ്ശേരി മനക്കാരെ മൊത്തത്തിൽ അടിച്ച് പുറത്താക്കിയിട്ടുണ്ട്. അതൊരു ഗുണം ചെയ്യുന്ന കാര്യമാണ്. ഈ തമിഴ് സിനിമയിൽ ഇത് വളരെ വളരെ സ്ട്രെങ്താണ് ആ ട്രെൻഡ്. ഇപ്പം അതിനകത്ത് ഒരു കേരളത്തിൽ മമ്മൂട്ടി അഭിനയിച്ച ഒരു അംബേദ്കർ ചിത്രമാണ്. അത് കേരളത്തിൽ കളിച്ചിട്ടില്ല, ഒരു തിയേറ്ററിലും വന്നിട്ടില്ല. അത് ജബ്ബാർ പട്ടേൽ സംവിധാനം ചെയ്ത ലോകപ്രസിദ്ധമായ സിനിമയാണ്. അത് അംബേദ്കറായിട്ട് അഭിനയിച്ചിട്ടുള്ളത് മമ്മൂട്ടിയാണ്. എന്നിട്ടും കേരളത്തിൽ അത് കളിച്ചിട്ടില്ല. അപ്പം അത് എന്തുകൊണ്ടാണ് തടസ്സപ്പെടുന്നത്? നമ്മൾ നോർമലി എങ്ങനെ ആലോചിച്ചാലും നമുക്ക് മനസ്സിലാവത്തില്ല. 2, കേരളത്തിലെ ഇന്ന് സിനിമാ മേഖലയിലുള്ള ഏറ്റവും പ്രഗത്ഭനായൊരു വ്യക്തി അന്താരാഷ്ട്ര പ്രശസ്തനായിട്ടുള്ള ബിജുവാണ്, ഡോക്ടർ ബിജുവാണ്. ബിജുവിനെ കേരളത്തിൽ ആർക്കും അറിയത്തില്ല. സിനിമ സൂക്ഷ്മം ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും, പക്ഷേ ബിജുവിനെ ആരും അറിയില്ല. ബിജുവിൻ്റെ സിനിമ തിയേറ്ററുകാർക്ക് വേണ്ട, തിയേറ്ററിൽ കളിക്കുന്നില്ല ആ സിനിമ. ഇനി പരിയേറും പെരുമാൾ എന്ന് പറയുന്ന സിനിമ എടുത്തപ്പോൾ തമിഴ്നാട്ടിൽ വലിയ ആഘോഷമായിരുന്നു ആ സിനിമ കണ്ടത്, ആഘോഷമായിട്ട്. ആ സിനിമ പാലക്കാട് വെച്ചാണ് ഞാൻ കാണുന്നത്. 3 ദിവസം പാലക്കാട് പോയി. 4-ാം ദിവസം അത് വേറെ സിനിമ വന്നു. അപ്പോൾ മലയാളിക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റില്ല, ഡോക്ടർ അംബേദ്കർ ഒന്നും സഹിക്കാൻ പറ്റില്ല. പിന്നെ ഇതിനെന്താ സഹിക്കണം? പിന്നെ എന്ത് സഹിക്കുന്ന ഈ പറയുന്ന ഈ ഇരട്ട ജീവിതത്തിൽ നിന്നും പുറത്തു കടക്കാൻ കഴിയാത്തത് നമ്മൾ ഒട്ടും തുറന്ന മനസ്സുള്ളവരല്ല മലയാളികൾ. പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മീഡിയോക്കർ സമൂഹമാണ്. മലയാളികൾ തുറന്ന് സമ്മതിക്കണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുറഞ്ചൊറിഞ്ഞ മഹാന്മാരാകുന്നത്. ലോകപ്രസിദ്ധരായ ഒരു മനുഷ്യനെ പോലും 50 വർഷമായിട്ട് ഒരു 70 വർഷമൊക്കെ നമ്മൾ സൃഷ്ടിച്ചിട്ടില്ല. ആരുണ്ട് പറയട്ടെ? ഏത് മലയാളിയുണ്ടെന്ന് ലോകം? നമ്മളിവിടെ കിടന്ന് പറയും MD വലിയ പുള്ളിയാന്നൊക്കെ പറയും. കർണാടക ചെന്നാൽ അല്ല, പുള്ളി കുഞ്ഞു പുള്ളിയാണ്. മനസ്സിലായില്ലേ? മമ്മൂട്ടി വലിയ നടനാണ്, നല്ല നടനൊക്കെയാണ്. പക്ഷെ രജനീകാന്തിന് സ്റ്റാറ്റസ് അയക്കില്ലെന്നേ. അതിനെ കിട്ടാത്തന്നെ. ഇപ്പോൾ ഹിന്ദിയിലും തമിഴിലൊക്കെ നടന്മാർ ലോകപ്രസിദ്ധരാണ്, ശരിക്കും പറഞ്ഞത് ലോകപ്രസിദ്ധരാണ്. പക്ഷെ മലയാളികൾ ഈ ഇട്ടാവട്ടത്തേക്കൊന്നുള്ള ഒന്നും അല്ലാതെ ഇവിടെ ആ പുള്ളി വലിയ പുള്ളിയാന്ന് ഈ പുള്ളിയും പറയും, ഈ പുള്ളി വലിയ പുള്ളിയാന്ന് ആ പുള്ളിയും പറയുന്നതിനപ്പുറത്തേക്ക് അക്ഷരാർത്ഥത മീഡിയോക്കർ സമൂഹം നമ്മുടെ. ഒരു ഇന്റർനാഷണൽ എഴുത്തുകാരി ആ കൂടി പറയാൻ നമുക്കിപ്പോൾ ഒരു പേരുള്ളത് ഈ ഹരിതേറോയ്യ. അവരിവിടെ അല്ലായിരുന്നുള്ള അത് നമ്മൾ മനസ്സിലാക്കണം. കോട്ടയക്കാരിയാണെങ്കിൽ അവരിവിടെ അല്ല ജീവിച്ചത്, അവരിവിടെ ഉപേക്ഷിച്ച് തള്ളേനെയും കുടുംബമൊക്കെ ഉപേക്ഷിച്ച് അങ്ങ് പോയതുകൊണ്ടാണ് അവരൊരു മോർ സെൻസിബിലിറ്റി ഉള്ള ആളും ഒടുവിൽ അംബേദ്കറെ മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്ത ഒരാളായിട്ട് അവർ മാറി. മലയാളിക്ക് അത് പറ്റില്ല. മലയാളി വളരെ മീഡിയോക്കറായ ഒരു സമൂഹം. എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അനുഭവം, ഈ ബഹ്റിനിൽ ഒരിക്കലും ഒരു പ്രഭാഷണത്തിന് ശേഷം ഒരു ചെറിയൊരു ഗാദറിങ് ഉണ്ടായിരുന്നു, കുടുംബ കൂട്ടായ്മയുണ്ട്, മലയാളികളാണെല്ലാം. അപ്പോൾ എൻ്റെ നാട്ടുകാരി മുട്ടിയറക്കാരി ഒരു പെൺകുട്ടിയും കുഞ്ഞും ഭർത്താവും. ആ കുട്ടി വന്ന് എന്നോട് പറയുന്നൊരു കാര്യം, സണ്ണിച്ചേട്ടാ അത് കടുത്തുരുത്തിയിലാണ് സണ്ണിച്ചേട്ടൻ്റെ പ്രസംഗം എനിക്ക് വരാൻ പറ്റിയിരുന്നത്. വന്നാൽ മുട്ടിയറക്കാർ മുഴുവൻ എനിക്ക് ഭ്രാന്താന്ന് പറയുന്ന സത്യം ആ കുട്ടി പറയുന്നു. ഞാൻ പ്രസംഗിക്കുന്നു പറഞ്ഞ ആ കുട്ടിയും ഭർത്താവും കൊച്ചും വന്നാൽ ഉറപ്പായിട്ടും മുട്ടിയറക്കാർ പറയാം അവർക്ക് എന്തോ അസുഖം കേട്ടോ, അല്ലെ പിന്നെ ഈ സണ്ണിയൊക്കെ പ്രസംഗം ആരെങ്കിലും പോകും. ഇത് നമ്മുടെ സമൂഹം എത്രമേൽ വികൃതമായ മനോഹരതയുള്ളവരാണെന്ന് ആലോചിക്കണം. അപ്പം ഇത് പൊളിച്ചെടുക്കുക അത്ര എളുപ്പമല്ല.
അപ്പോൾ ഇതിനകത്ത് ഈ പരിയേറും പെരുമാറും എന്ന് പറയുന്ന സിനിമക്കകത്ത് ഒരു രംഗമുണ്ട്. അതിനകത്ത് ഇൻ്റർവ്യൂവിന് വരിക ഈ ലോ കോളേജ് ചേരാനുണ്ട്. നാട്ടും പുറത്തെ പറയ സമുദായത്തിൽ ഒരു പയ്യൻ വരിക. അപ്പോൾ അവനോട് പ്രിൻസിപ്പൾ ചോദിച്ചു, നിനക്ക് ആരാകാനാണ് ഇഷ്ടം എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഐ വോണ്ട് ടു ബിക്കം എ ഡോക്ടർ എന്ന് പറഞ്ഞു. പിന്നെ പ്യൂൺ ഇങ്ങനെ ഈ അടക്കി ചിരിക്കുന്നുണ്ട്, ഒരു ഹാസ്യം കേട്ട പോലെ. LLBക്ക് പഠിക്കാൻ വന്നാൽ ഡോക്ടറാണെന്ന് പറയുന്നതിനകത്ത് പുള്ളി ചിരിക്കുന്നുണ്ട്. അപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു, നിങ്ങളങ്ങ് പുറത്തേക്ക് ഇറങ്ങി. മകനെ വിളിച്ചിട്ട് പറഞ്ഞു, ആ പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ LLB പഠിച്ചാൽ നിനക്കൊരു വക്കീലാവും, അല്ലെ ജഡ്ജിയാവും. ഏറ്റവും കൂടി വന്നത് നിനക്ക് സുപ്രീം കോടതി ജഡ്ജി വരെ ആകാം. നിനക്കൊരിക്കലും ഡോക്ടറാകാൻ പറ്റില്ല. ആ പയ്യനെ അറിവ് പറഞ്ഞു കൊടുക്കുക. ഈ പയ്യൻ പറയുന്നൊരു മറുപടി, ഐ വാണ്ട് ടു ബിക്കം എ ഡോക്ടർ ജസ്റ്റ് ലൈക്ക് ഡോക്ടർ BR അംബേദ്കർ. ഇത്തരം ഒരു വാക്ക് ഈ മലയാളികൾ പറയാൻ എത്ര കൊല്ലം വേണ്ടി വരും? ഞാൻ പറയാൻ സാധ്യമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്രമേൽ അടഞ്ഞവരാണ്, അത്രമേൽ അടഞ്ഞ സമൂഹം നമ്മുടെ. ഒന്ന് കാസ്റ്റ് പ്രൈഡ് ഏറ്റവും കൂടുതൽ കൊണ്ടു നടക്കുന്നൊരു വിഭാഗമാണ്. അതൊക്കെ കൊണ്ട് നമുക്ക് ബാക്കിയുള്ളവർക്ക് എന്നെ ചെയ്താലും എനിക്ക് വിഷയമല്ലെന്നുള്ളൊരു സംഗതിയുണ്ടല്ലോ. അപ്പോൾ ഈ സക്കറിയ പറയുന്നുണ്ട്, ആ കൂടി ഒരു ഇച്ചിരി തുറന്ന് മനസ്സുള്ള മലയാളത്തിലൊരു എഴുത്തുകാരൻ ഈ സക്കറിയെ, അയാളുടെ കഥകളിലും നോവലുകളിലുമൊക്കെ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഉരുളിക്കുന്നംകാരെ ഒരു സ്വഭാവമുണ്ട്. ആരെങ്കിലും കുറിച്ച് പറയുകയാണ്, അപ്പുറത്തെ കറിയാച്ചൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ, ആ കുഴപ്പമില്ല, അങ്ങനെ പറയുള്ളെന്ന്. അവൻ കൊള്ളായിരിക്കും, പക്ഷേ ഞങ്ങൾ അങ്ങനെ പറയുള്ളെന്നാണ്. ഈ മലയാളികളുടെ സ്വഭാവം അത്, അവനൊരിക്കലും അംഗീകരിക്കില്ല ഈ സംഭവം. അങ്ങനെ ഒരു നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമാണത്. ഈ മീഡിയോക്കർ ആയി നിൽക്കുക, അതിനപ്പുറത്തേക്ക് പോകാതിരിക്കുക. ഫലത്തിൽ നമുക്ക് പ്രഗത്ഭമതികളെ സൃഷ്ടിക്കാൻ പറ്റുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നമ്മൾ ഉള്ളത് കൊണ്ടൊക്കെ നമ്മൾ ഓണം പോലെ ജീവിക്കുക, ആ പുള്ളി കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള ഒരു ചലച്ചിത്രകാരൻ ഒരാളുണ്ട്, പക്ഷെ അയാളെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇല്ലെന്ന് വിചാരിച്ച് നടക്കാനാണ് നമുക്കിഷ്ടം. ഇല്ല, അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ചൊരു നടനില്ല. അന്താരാഷ്ട്ര പ്രശസ്തി വ്യവസായികളില്ല. ലുലുമാളിൻ്റെ ഉടമ യൂസഫ് അലിയെ കുറിച്ച്, യൂസഫ് അലിയാണ് യൂറോപ്പിൽ ലുലുമാൾ വെക്കാത്ത. അവിടെ കാശ് കൊടുത്തില്ലേ, അതാ കാര്യം. തൊഴിലാളിക്ക് ഇവിടെ വെച്ച് 10-13 മണിക്കൂർ ജോലി ചെയ്യുന്ന അവിടെ ജോലി ചെയ്യാൻ ഇയാളെ അകത്ത് പോകും. പുള്ളി അങ്ങ് പോകുന്നില്ല. പുള്ളി ഇവിടെ തന്നെ ചുറ്റിക്കറങ്ങുക, ആഫ്രിക്കയിലും ഗൾഫിലും 3-4 ലോക രാജ്യത്തുമായിട്ട് ചുറ്റിക്കറങ്ങുക. ഇതൊക്കെയാണ് നമ്മളുടെ ഒരു കയ്യിലിരിപ്പ് മൊത്തത്തിൽ. പിന്നെ അതിൻ്റെ ദൃഷ്ടാന്തം നമ്മൾ വളരെ ഒരു വോയിഡായിട്ടുള്ള സമൂഹമാണ്. ആട് തേക്ക് മാഞ്ചി എന്നൊക്കെ പറയാൻ കോടിക്കണക്കിന് രൂപ കൊണ്ട് കൊടുക്കും. പറ്റിക്കപ്പെട്ട് വീട്ടിലിരിക്കുമ്പോൾ വേറൊരുത്തൻ തേക്ക് മാഞ്ചി ആടെന്ന് പറഞ്ഞാലും കൊടുക്കും പൈസ. തിരിച്ചൊന്ന് പറഞ്ഞാൽ മതി, പ്രത്യേകിച്ചൊന്നും വേണ്ട. അത്രയും വിഡ്ഢികളുടെ എന്ന് പറയാൻ ഒരു തരത്തിൽ ഈസ്നെസ് ഉള്ളൊരു സമൂഹമല്ല നമ്മുടെ. ഒരു പേരാണ് ഇങ്ങനെ നിരന്തരമായി. പ്രേമിച്ച പെണ്ണ് ഇട്ടേച്ച് പോയാണ്, പെണ്ണ് കൊല്ലു ഇന്ന് വികൃതമായ മനുഷ്യരാണ് ഈ ലോകത്തുള്ളത്. പെണ്ണ് പ്രേമിക്കുന്ന പോലെ തന്നെയാണല്ലോ ഇട്ടേച്ച് പോകലും. അവരെ ഇഷ്ടമാണല്ലോ, പ്രേമിക്കാനും ഇഷ്ടമാണ്, ഇട്ടേച്ച് പോകാനും അവർക്ക് ഇഷ്ടപ്പെടാമല്ലോ. അങ്ങനല്ലേ വേണ്ടത്. അത് പുരുഷനും ചെയ്യാമല്ലോ, പ്രേമിക്കാം, ഇഷ്ടമെങ്കിൽ ഇട്ടേച്ച് പോവാം, പറഞ്ഞിട്ട് പോവാം, ഇനി ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞ് പോകുന്നതിന് പോലും പെട്രോളായിട്ട് നടക്കുമോ പറയാം, കത്തിക്കുമോ എന്നതാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ ഒബ്സഷൻസാണ്. സ്ത്രീ പുരുഷ ബന്ധത്തെ കുറിച്ചിട്ടുള്ള ഏറ്റവും വികൃതമായ ധാരണയുള്ള സമൂഹമായതുകൊണ്ട് ഈ കൊലപാതകം നടക്കുന്നത്. നമുക്കത് അറിയത്തില്ല, നമ്മളത് പറയില്ല. ഞാനൊക്കെ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബയോളജി പഠിപ്പിക്കും, ബയോളജി ടീച്ചറാണ്. ഈ ബയോളജിയിൽ സ്ത്രീ പുരുഷ ലൈംഗികാവയവങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് ഒരു ചാപ്റ്ററുണ്ട്. ടീച്ചർ ആ ചാപ്റ്റർ ഇങ്ങനെ പെട്ടെന്ന് പുസ്തകം മടക്കി വെക്കും. ടീച്ചറിനൊരു വഷളം ചിരിയാണ്. ഇപ്പോൾ എനിക്ക് ഓർക്കുമ്പോൾ അവർക്ക് എന്തൊരു ടീച്ചർമാരാന്ന് ഞാൻ ആലോചിക്കുക. ടീച്ചർ എന്നിട്ട് ഞങ്ങളെ പുതിയ നിങ്ങൾ തന്നെ അങ്ങ് വായിച്ച് പഠിച്ചാൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞൊരു ചിരിയാണ്.
ഇത് ഭീകരമാണ് ഇതൊക്കെ. ആ കുട്ടികളൊക്കെ സാമൂഹ്യ വിരുദ്ധരായില്ലെങ്കിൽ അത്ഭുതമുള്ളതേ. അതാണ് അതിൻ്റെ കാര്യം. അത്രമേൽ ഞാൻ പറയും, നമ്മുടെ ഒരു ജാതി മാത്രമല്ല നമ്മുടെ ഒരു പ്രശ്നം, ജാതിയിലൂടെ കടന്നു വന്നുകൊണ്ട് ഇത് ഭീകരമായി പോയി മാത്രമേ ഉള്ളൂ. ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ രാഷ്ട്രത്തിൽ ഒരു പാരലൽ രാഷ്ട്രം, അതായത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഫൗണ്ടേഷണൽ ആയിട്ടുള്ള ഒരു രാഷ്ട്രം, സാധാരണ അംബേദ്കർ വിഭാവനം ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രം, അതിനപ്പുറം മറ്റൊരു രാഷ്ട്രം, മറ്റൊരു സിദ്ധാന്തം, മറ്റൊരു കൾച്ചർ, ആചാരം, അങ്ങനെ രണ്ട് രാഷ്ട്രങ്ങളാണ് ഇപ്പം ഇന്ത്യ, അല്ലെങ്കിൽ രണ്ടും അതിലധികമായിട്ടുള്ള രാഷ്ട്രങ്ങൾ തമ്മിൽ സ്ഥലമാണ് ഇന്ത്യ എന്ന് തോന്നിയിട്ടുണ്ട്. അതിലെപ്പോഴും അടിമകളായിട്ടോ അല്ലെങ്കിൽ ഏറ്റവും താഴെ തട്ടിലുള്ള ആളായിട്ടോ അടിസ്ഥാനക്കാരായിട്ടോ നിലനിൽക്കേണ്ട വ്യക്തികളാണ് ദളിത് ബോധമുള്ളത്. ഈ രണ്ട് രാഷ്ട്രങ്ങളുടെ ആവശ്യം, ഫൗണ്ടേഷൻ ആയിട്ടുള്ള രാഷ്ട്രങ്ങളുടെ സാധാരണ റിയൽ സിറ്റിസന്റെ രാഷ്ട്രം, ഇതിന് രണ്ടിന്റെ ആവശ്യമാണ്. ഇവരെ ഏറ്റവും താഴെ തട്ടിൽ നിൽക്കണം. താഴെ തട്ടിൽ നിന്ന് ഇപ്പം ഒരു ദളിത് ഭാഗത്ത് മുന്നോട്ട് വരുന്നെന്ന് പൂർണ്ണമായിട്ട് ഞാൻ പറയുന്നില്ല. ഒരുപക്ഷെ ഈ ഫൗണ്ടേഷണൽ നാഷനകത്ത് വരുന്ന ഡെമോക്രാറ്റിക് നാഷനിലേക്ക് വരുന്ന പവർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ടായിരിക്കാം, വിദ്യാഭ്യാസത്തിലോ എന്തെങ്കിലും രീതിയിൽ പ്രിവിലേജ് ആയിട്ടുള്ള ദളിത് ബോധങ്ങളുണ്ട്. സൂരജ് ലാങ്കയുടെ കാസ്മാറ്റേഴ്സിനകത്ത് ഇത്തരം ദളിത് ജീവിതങ്ങള് കുറച്ച് പ്രിവിലേജ് ആയി കഴിയുന്ന സമയത്ത് ഈ എലൈറ്റ് വാദങ്ങളോട് കൂടുതൽ ഇട്ടിച്ചേർന്ന് നിൽക്കുകയും മറ്റുള്ള ദളിത് ബോധങ്ങളെ മറന്നു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഇവിടെയിരിക്കുന്ന ഞാൻ ചിലപ്പം നാളെ അങ്ങനെ ആകാനുള്ള ആളായിരിക്കും, പക്ഷെ അതിനെ കമൗട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു ദളിത് പാരലൽ നേഷൻ കൂടെ ഉണ്ടായാൽ എന്തായിരിക്കും, അതായത് ദളിത് മനുഷ്യരെല്ലാം കൂടെ കൂടിച്ചേർന്ന് നിന്നിട്ട് ഞങ്ങൾ ഓപ്പോസ് ചെയ്യുന്നവരെല്ലാം ഞങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യുകയോ ഇല്ലാതാക്കാൻ, അത് വിജയിക്കുന്ന ഒരു സംഭവമായിരിക്കും എന്നുള്ളത്. സാധാരണ അഡ്രസ് ചെയ്യുന്നുണ്ടോ ഒരു മിഡിൽ ക്ലാസ് ആയിട്ട് അത് വളർന്നു നാളെ അദ്ദേഹം അത് വളർന്നു വന്ന് ഒരു മിഡിൽ ക്ലാസ് ആയി മാറുകയും ഈ സാധാരണ മാർക്കറ്റിസ്റ്റായിട്ടുള്ള ഐഡന്റിറ്റിയെ ഉൾക്കൊള്ളാൻ പോവുകയും ചെയ്യുന്ന അവസ്ഥ ദളിത് രാഷ്ട്രീയത്തിൽ ഉദിക്കുന്ന ഒരു മൂന്ന് തരം ദേശീയതയാണെന്നാണ്. മൂന്ന് തരം ദേശീയതയാണ്, പലതരം ദേശീയതയാണ്. നമ്മൾ മാർജിനലൈസ്ഡ് ദേശീയത പറയുമ്പോൾ അത് മിഡിൽ ക്ലാസ് ദേശീയത നിറഞ്ഞിട്ട് സാധാരണ ജനങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്നു. ക്വസ്റ്റ്യൻസ് കേൾക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, സ്പീക്കേഴ്സ് ഇങ്ങോട്ടില്ലാത്തതുകൊണ്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഒന്നുകൂടെ പറയാം. ഒരു ദളിത് പാരലൽ വേൾഡിലൂടെ വരുവാണെങ്കിൽ ദളിത് മനുഷ്യരെല്ലാം കൂടെ സംഘടിച്ച് എല്ലാ ഒപ്രസ്ഡ് ക്ലാസ്സുകളും കൂടെ സംഘടിച്ചിട്ട് ഇതുവരെയായിരുന്ന എലൈറ്റുകളെ എല്ലാം നമ്മളെ എക്സ്ക്ലൂസ് ചെയ്ത് കളയാമെന്ന് വിചാരിക്കുക. നിങ്ങളുടെ റിയാലിറ്റി ഞങ്ങൾക്ക് വരണ്ട, ഞങ്ങൾ വേറൊരു പാരലലാണ്. ഒരു ഫൗണ്ടേഷൻ പാരലുണ്ട്, ഏത് സംവരണം, റിസർവേഷൻ, ജനാധിപത്യം, അതായിട്ടുള്ള നമ്മുടെ ഇന്ത്യ ഉണ്ട്. എലൈറ്റ് ഇന്ത്യ ഉണ്ട്, ഗോമാത, ദേവി, ദൈവത്വം, കർത്തൃത്വം, അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. അതല്ലാതെ ഒപ്രസ്ഡ് ക്ലാസിന്റെ ഒരു പാരലൽ വേൾഡോട് വരുവാന്ന് വിചാരിക്കുക. ഞങ്ങളെല്ലാം കൂടെ സംഘടിച്ചിരിക്കുന്നു, നിങ്ങളുടെ റിയാലിറ്റിയെ ഞങ്ങൾക്ക് വേണ്ട, അത് നിങ്ങൾ തന്നെ എടുത്തോളൂ, നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇമാജിനേഷനകത്താണ് ഒരു സ്റ്റാഗ്നന്റ് ആയ ഒരു കീഴാള പദവി ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഊട്ടി ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. മറിച്ച് റിയൽ ലൈഫിലല്ല. റിയൽ ലൈഫിൽ പലപ്പോഴും എല്ലാവരും പെനട്രേറ്റ് ചെയ്യുന്നില്ലെങ്കിലും അതിനകത്തെ ചില വിഭാഗങ്ങൾ, ചില വ്യക്തികൾ, ചില കുടുംബങ്ങളൊക്കെ പെനട്രേറ്റ് ചെയ്യുന്നതിലൂടെ ഈ സ്റ്റാറ്റസ് വല്ലാതെ മാറുന്നുണ്ട്. അതല്ലാതെ അവർ നേടിയാലും കീഴാളരാണെന്നുള്ള ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള സ്ഥിതി തുടരുന്നില്ല, പലപ്പോഴും അത് മാറി മറിയുന്നു. പക്ഷേ ഈ ഇമാജിനേഷനകത്ത് നമ്മൾ എന്ത് നേടിയാലും കീഴാളരായി തന്നെ തുടരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ഈ മധ്യവർഗ ഭാവനയായിട്ട് നമ്മളതിനെ കാണേണ്ടതില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇത് മധ്യവർഗ ഭാവനയോ, ഈ മധ്യവർഗ ഭാവനയാണെന്ന് നമുക്ക് തോന്നാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കീഴാള പദവിയുടെ വേറെ ആർട്ടിക്കുലേറ്റീവ് പൊസിഷൻ ഞങ്ങൾ ഒന്നുമില്ലാത്തവരാണ് എന്നതാണ്.
അതാണ് അവരുടെ ആർട്ടിക്കുലേറ്റീവ് പൊസിഷൻ. ഞങ്ങളില്ല, ഞങ്ങൾക്ക് ഭൂമിയില്ല, ഞങ്ങൾക്ക് പണമില്ല, ഞങ്ങൾക്ക് അംഗീകാരമില്ല, ഞങ്ങൾക്ക് റിസോഴ്സസ് ഇല്ല, ഇങ്ങനെയുള്ള ഇല്ലായ്മകളാണ് പറയുക. പക്ഷേ ഈ നമ്മുടെ ഒരു പോസിറ്റീവ് അസേർഷനകത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ദളിതരെ സംബന്ധിച്ചിടത്തോളം അവരുണ്ടെന്നാണ് പറയുന്നത്. ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ ഉണ്ടെന്ന് പറയുന്നതിനൊരു ഹിസ്റ്റോറിസിറ്റി ഉണ്ട് താൻ. അതായത് കേരളത്തിലെ ഒരു സമുദായവും യഥാർത്ഥത്തിൽ ഹിസ്റ്ററിക്കകത്ത്, ചരിത്രത്തിനകത്ത് വളരെ വലിയ അന്തരമുള്ള വിഭാഗങ്ങളല്ല. ഒരു 100 വർഷം മുമ്പ് വരെ ഏതാണ്ട് സമാന ജീവിതം ജീവിച്ചവരെല്ലാവരും, വലിയ വ്യത്യാസമില്ലാതെ. ചെറിയ റോയൽ ക്ലാസ് ഒഴികെ ബാക്കി എല്ലാവരും, ഇപ്പം നിങ്ങളൊക്കെ കൊച്ചു കുട്ടികളായാലും നിങ്ങൾക്കത് അറിയില്ല, ഒരു 60-ലൊക്കെ കേരളീയ ഗ്രാമങ്ങൾ പരിചയമുള്ള ഒരാളാണ് ഞാൻ. 64-ലാണ് ജനിച്ചത്. ഒരു 69-ലൊക്കെ എനിക്കൊരു ഓർമ്മയുണ്ട്. അതെന്നാൽ ഈ കേരളത്തിൻ്റെ നാട്ടിൻപുറത്ത് എല്ലാ ജാതികളും ഏതാണ്ട് സമാനമായ സാമ്പത്തിക നിലയുള്ളവരായിരുന്നു. സാമൂഹ്യ നിലയിലും വലിയ വ്യത്യാസമൊന്നും യഥാർത്ഥത്തിലുണ്ടായിരുന്നു. അൺടച്ചബിലിറ്റി പ്രാക്ടീസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂട്ടത്തോടെ പാടത്ത് വരികയും പണിയെടുക്കുകയും ചെയ്യുന്നവരാണ്. നായന്മാർ, ക്രിസ്ത്യാനികൾ, ഈഴവർ, പുലയർ, പറയർ, ഇവരൊക്കെ കൂട്ടത്തോടെ പാടത്ത് വന്ന് പണിയെടുക്കുന്നവർ. എൻ്റെയൊക്കെ ഓർമ്മയിൽ പോയി കൂലിപ്പണി എടുക്കുന്നവരവർ. അപ്പോൾ അവർക്കിടയിൽ ഈ പറഞ്ഞ ആചാരപരമായ, വിശ്വാസപരമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. എങ്കിലും ഒരു മിംഗ്ലിങ്, സോഷ്യലായൊരു മിംഗ്ലിങ് നമ്മുടെ സമൂഹത്തിൽ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു. അന്ന് ഈ പറഞ്ഞ വലിയ ഗ്രേറ്റ്നെസ് വാദത്തിനൊന്നും ഒരു സ്കോപ്പില്ലായിരുന്നു. പിന്നെ കേരളത്തിലെ ജാതി മാഹാത്മ്യവാദങ്ങളാണ് യഥാർത്ഥത്തിൽ അതില്ലാത്തതാണ്. ഇപ്പോൾ ബ്രാഹ്മണർ പറഞ്ഞ ഒരു നമ്പൂരി മഹാത്മ്യം, കേരള മഹാത്മ്യം എന്നുള്ള പുസ്തകത്തിൽ എന്താ പറയുന്നത്? പരശുരാമൻ വന്ന് മഴുവെറിഞ്ഞു, കേരളം ഉണ്ടാക്കി അവർക്ക് കൊടുത്തു എന്നൊക്കെ ഒരു കഥയരങ്ങ പറയുക. ഈ നായന്മാരുടെ മഹാത്മ്യത്തെ അവർ പറയുന്നത്, ഞങ്ങൾ നായന്മാരല്ല, ശരിക്കും നായകന്മാരാണ്, യുദ്ധവീരന്മാരായിരുന്നു. ചുമ്മാ പറയണ, അവർ യുദ്ധ തൊഴിലൊക്കെ ആയിരുന്നിരിക്കും, പക്ഷെ വീരന്മാരൊന്നും ആയിരുന്നു. അതൊക്കെ വെറുതെ പറയുന്ന. കാരണം അവർ ജയിച്ച ഒരു യുദ്ധം പോലും കേരള യുദ്ധത്തിൽ ഇല്ലെന്നേ. എന്നാൽ ഉണ്ടേ പറയട്ടെ, ഇന്ന യുദ്ധം ജയിച്ചെന്ന്. വെറുതെ പറയുന്ന അതൊരു മാഹാത്മ്യവാദമാണ്. ഈഴവർ പറയുമ്പോൾ ഞങ്ങൾ സിലോണിൽ നിന്ന് വന്നവരാണ്, പുള്ളികളാണെന്ന് അവർ പറയും. അത് പുലയർ പറയും ഞങ്ങൾ ജയരാജകുമാരുടെ സന്തതികളാണ് അവർ പറയുന്നത്. ഇങ്ങനെ മാഹാത്മ്യവാദം പല രൂപത്തിലുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യർ വളരെ മീനിയലായ ജോബ് ചെയ്ത് അടിമ ജീവിതങ്ങളുടെ അധ്വാനം ഉപയോഗിച്ചു കഴിഞ്ഞുകൂടിയ ഒരു പ്രദേശം. ഒട്ടും ഡെവലപ്ഡ് അല്ലായിരുന്നു ഈ സ്ഥലം. 144 നദികൾ, 100 കണക്കിന് ചെറു തടാകങ്ങൾ, മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ പോലും പറ്റാത്ത ഭൂപ്രകൃതി. ഇതിനകത്ത് എവിടെയെങ്കിലും ജനിക്കുന്നു, അവിടെ തന്നെ ജീവിക്കുന്നു, അവിടെ തന്നെ മരിച്ചു മണ്ണടിയുന്ന ചെറു സമൂഹങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ കേരളീയ സമൂഹം. അപ്പോൾ ഈ ജാതികൾക്ക്, ഇപ്പോൾ കേരളത്തിൽ വ്യഭിചാരം തൊഴിലായ ഒരു ജാതി ഉണ്ടായിരുന്നല്ലോ. നമ്മൾ ഓർക്കണം, നമ്മളിപ്പോൾ അവരെ അപമാനിക്കാൻ പറഞ്ഞില്ല, അതൊരു തൊഴിലായിരുന്നു അന്ന് ഈ കേരളത്തിൽ. രാജാവിൻ്റെ വീട്ടിൽ വരുന്ന അതിഥികൾ വരുമ്പോൾ ആളെ വിട്ട് കുളിപ്പിച്ചുകൊണ്ട് വരിക. അതിനുവേണ്ടി മാത്രം ഒരു ജാതി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇതിനകത്തൊക്കെ എന്ത് മാഹാത്മ്യം ഇരിക്കണം. അപ്പം യഥാർത്ഥത്തിൽ ഇവർക്കില്ല എന്ന് പറഞ്ഞത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ആർക്കും ഇല്ലായിരുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിൽ നമ്മൾ സൂക്ഷ്മമായിട്ട് ഇനിയും പഠിക്കപ്പെടേണ്ട ഒരു കാര്യം കേട്ടോ. അതായത് 56 ഗവൺമെൻറ് രൂപപ്പെട്ടതിന് ശേഷം ഗവൺമെൻറ് എടുത്ത പോളിസികൾ, എക്കണോമിക് പോളിസിയും അടക്കമുള്ള പോളിസികൾ ഈ സാമുദായികമായ ഗൾഫ് വർദ്ധിപ്പിക്കാൻ വലിയ കാരണമായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. വസ്തുതകൾ മുഴുവൻ ഞാൻ ശേഖരിക്കും, പക്ഷേ എൻ്റെ ഒരു നിരീക്ഷണം അതാണ്. അതായത് ആദ്യത്തെ നയം ഭൂപരിഷ്കരണമാണ്. അതിലൊരു വലിയ വിഭാഗം ഭൂമിയിൽ നിന്ന് പുറത്താക്കുന്നത്, വേറൊരു വിഭാഗത്തിനും ഭൂമി കിട്ടുന്നു. ഭൂമി 15 ലക്ഷം കുടുംബങ്ങൾക്ക് വിതരണം ചെയ്തു ആ നിയമത്തിൽ. അത് നോക്കുമ്പോൾ ശരിയുമാണ്. പക്ഷേ 15 ലക്ഷം പേര് പുറത്തും പോയി. ഈ പുറത്തു പോയവരാണ് പിന്നീട് മാർജിനൽ കമ്മ്യൂണിറ്റി എന്ന് വിളിക്കപ്പെട്ടത്. അപ്പോൾ ഗവൺമെൻറ് നയത്താൽ പുറത്തു പോകപ്പെട്ടവരാണ് മാർജിനൽ കമ്മ്യൂണിറ്റിയായി മാറുന്നത്. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പോൾ വിദ്യാഭ്യാസം,
വിദ്യാഭ്യാസത്തിൽ 57 ഗവൺമെൻറ് ഉണ്ടാക്കിയ വിദ്യാഭ്യാസ നയം ചർച്ച ചെയ്തും പരിക്ക് പറ്റിയും 72-ലെത്തുമ്പോൾ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവും. ഡയറക്റ്റ് പേ സിസ്റ്റം എന്ന എഗ്രിമെൻ്റ് ഉണ്ടാക്കി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല 80% കൈവശം വെച്ചിരിക്കുന്ന സ്വകാര്യ മേഖലയെ നമ്മൾ വിളിക്കുന്ന എയ്ഡഡ് മേഖലയ്ക്ക് നിയമനാധികാരവും കൊടുക്കുന്നു, സർക്കാർ ശമ്പളം കൊടുക്കുന്നു. ആ നിയമനാധികാരം ഉപയോഗിച്ച് അതത് കമ്മ്യൂണിറ്റികൾ അവരുടെ കമ്മ്യൂണിറ്റി എന്നുള്ള ഉദ്യോഗാർത്ഥികളെ മാത്രം ഉൾക്കൊള്ളുന്നു, ബാക്കി ആരും ഉൾക്കൊള്ളാതെ. അപ്പോൾ ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ കഴിയാത്ത വിഭാഗങ്ങൾ എന്തായി? അവർ പുറത്തു പോകും. വീണ്ടും സെക്കൻഡ് ടേം മാർജിനലൈസേഷൻ പിന്നെ നടക്കുക. ഇൻഡസ്ട്രിയിലേക്ക് മൂലധനത്തിൻ്റെ ഷെയർ, ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ഒരു നയമാണ് ഈ ബാങ്കിങ് മൂലധനത്തിൽ ഒരു ഷെയർ ഈ ദളിത് ആദിവാസി സെക്ഷൻ കൊടുക്കണം എന്നുള്ളത് നയമാണത്. നിയമം കൊടുക്കാതിരിക്കാൻ കാരണം അവർ മേടിക്കാൻ കുടിക്കുകയാണ്. കാരണം എൻ്റെയൊക്കെ മുഖത്തൊക്കെ എത്രയോ പ്രാവശ്യം പറഞ്ഞു റെക്കമെൻഡേഷൻ ചെയ്യുന്ന സമയത്ത് അവർ മേടിക്കാൻ കൊടുക്കുന്നത്. ഈ കൊടുക്കുന്നവരാരാന്നാണ് നമ്മൾ തിരിച്ച് പുള്ളിയോട് ചോദിക്കാറുള്ളത്. അതിൻ്റെ ലിസ്റ്റ് വല്ലതും പുള്ളിയുടെ കയ്യിലുണ്ടോ നമുക്കറിയാം. ഇപ്പോൾ 10,000 കോടി രൂപ തട്ടിക്കൊണ്ട് പോകുന്നതിനെ കുറിച്ച് പുള്ളിക്ക് വേവലാതിയില്ല. 1000 രൂപ ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തതില്ല അയാൾക്ക് അസുഖം. ഒന്ന് ആലോചിച്ച് നോക്കണം. അതൊരു പ്രത്യേക സെക്ഷൻ തിരിച്ചടയ്ക്കുക എന്നാണ് പറയുന്നത്. ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ എത്രയോ ലോൺ എടുത്തു, അതെല്ലാം തിരിച്ചടച്ചതാണ്. അപ്പോൾ ചില വിഭാഗം അപ്പം നമ്മൾ മനുഷ്യ ക്വാളിറ്റിയെ കാസ്റ്റുമായി ബന്ധിപ്പിച്ച് കാണുന്ന ഒരു പരിശീലനം നമുക്ക് തിരിച്ചടയ്ക്കാൻ. അത് മറ്റേ സവർണ ജാതിയാണ് തിരിച്ചടയ്ക്കുക, ദളിതരാണ് തിരിച്ചടയ്ക്കുക. അത് അവരുടെ വിശ്വാസം, ഒരു അന്ധവിശ്വാസം. അത് ശരിക്കും ഞാനതാ പറഞ്ഞത്, ഒരു അന്ധവിശ്വാസമാണ്. ദളിതരെല്ലാവരും പൈസ മേടിച്ചാൽ തിരിച്ചു കൊടുക്കാത്തതാണ്. അത് നമ്മൾ വെറുതെ നമ്മുടെ ഒരു അന്ധവിശ്വാസം, അത് തിരിച്ച് തരികയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ ഇല്ലായ്മകൾ എന്നതിനെ ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ഇതൊരു മധ്യവർഗ ഇമാജിനേഷൻ ആണോ എന്ന് നമുക്ക് തോന്നുന്നതിൻ്റെ ഒരു കാര്യമാണ്. ഇത് യഥാർത്ഥത്തിൽ കീഴ്ത്തട്ടിലും ഈ സെയിം ആർഗ്യുമെൻ്റ് തന്നെ റേസ് ചെയ്യപ്പെടാതെ അവർക്ക് മുന്നോട്ട് വരാൻ പറ്റില്ല എന്നാണ്. ഇല്ലെന്ന് പറഞ്ഞാൽ പോയി, ഇല്ലെന്ന് പറഞ്ഞാൽ അതായത് അവർ പുറകോട്ട് പോകത്തേ ഉള്ളൂ. അവരുണ്ടെന്ന് പറയണം, വെറുതെ പറയല്ല, അവർക്കുണ്ടെന്നാണ്. ഒരു നാട്ടിൻപുറത്ത് താമസിക്കുന്ന മനുഷ്യർ സ്വയം ഒന്ന് ആലോചിച്ചാൽ അവർക്കുണ്ട്, അത് പറയാനുണ്ട് ഇഷ്ടം പോലെ. ബാക്കിയുള്ള കമ്മ്യൂണിറ്റിയെക്കാളൊക്കെ അഭിമാന പുരസ്സരം പറയാവുന്ന നിരവധി കാര്യങ്ങൾ അവർക്കുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരാളെ തകർക്കാനായിട്ട് പറ്റിയ പണി എന്താണ്? ഒരാളെ തകർക്കാൻ പറ്റിയൊരു ജോലി അവനെ രാവിലെ കാണുമ്പോൾ ഇങ്ങനെ അറ്റത്തിരിക്കുന്ന ആള് പറയും, ഓ നീ ഇവിടെ പഠിച്ചാൽ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞേക്കാം. ഒരു 11 മണിയാകുമ്പോൾ അടുത്ത ആളും അവനോട് പറയാം, നീ വല്ല രക്ഷപ്പെട്ടോ? എനിക്ക് തോന്നില്ല കേട്ടോ എന്ന്. നിങ്ങളൊരു 10 പേര് ഒരു 5 ദിവസം പറയും, അവൻ 6-ാം ദിവസം പെട്ടിയിട്ടൊക്കെ ഇരുന്ന് അവൻ വീട്ടിൽ അവൻ രക്ഷപ്പെടുകയെന്ന് അവനെ ഉറപ്പാവുക. അതാ അതിൻ്റെ കാര്യം. ഇതാണ് ഈ ദളിതരോടുള്ള ട്രീറ്റ്മെൻറ്റ് ആദിവാസികളോട്. ഓ നീയൊന്നും രക്ഷപ്പെടാവുന്നു, വെറുതെ എന്നാതെ ഒരു കച്ചവടം, നീയൊക്കെ കച്ചവടം തനിക്ക് ആരും മേടിക്കാൻ, അവൻ നല്ല കച്ചവടം കൂട്ടിക്കെട്ടോ. അങ്ങനെയൊന്നും ഇല്ലെന്നേ. നല്ല അത്യാവശ്യം ഇപ്പോഴത്തെ ഈ ഓപ്പൺ മാർക്കറ്റ് ഗ്ലോബലൈസേഷൻ എല്ലാവരും എതിർത്തപ്പോൾ അന്ന് ഞാനിതിനെ പിന്തുണച്ച ഒരാളാണ്. കാരണം മാർക്കറ്റ് തുറന്നോടെയാണ് യഥാർത്ഥത്തിൽ ദളിതർക്ക് വിസിബിലിറ്റി ആദിവാസികൾ. 80കളുടെ മാസികകളൊക്കെ നിങ്ങളെടുത്ത് നോക്കൂ, അയ്യങ്കാളിയുടെ പടമോ അപ്പച്ചൻ്റെ പടമോ ദളിതരുടെ ഒരു ലേഖനം ഒന്നും കാണുന്നില്ല. പക്ഷേ 2000-ന് ശേഷം എടുത്ത് നോക്കി, ഇവരുടെ പടമില്ലാത്ത മാസിക വളരെ കുറവായി. ഇത് വെറുതെ ഉണ്ടായതല്ല, ഈ സംഭവം ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇപ്പം ബൈക്കില്ലാത്ത വീടില്ല. ഞാനൊക്കെ അത്യാവശ്യം ഭൂസ്വത്തൊക്കെ ഉള്ളൊരു വീട്ടിൽ ജനിച്ചു വളർന്നതാണ്. ഞങ്ങളുടെ വീട്ടിൽ ഒരു സൈക്കിൾ പോലും ഇല്ലായിരുന്നു. എൻ്റെ 2 ചേട്ടന്മാർക്കും ജോലി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് വണ്ടിയൊക്കെ വാങ്ങാൻ തുടങ്ങിയത്. അപ്പോൾ ഇപ്പം മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ 1000 രൂപ കയ്യിലുണ്ട്. ഞാൻ ചെന്ന് ബുള്ളറ്റേലാണ് തിരിച്ച് വീട്ടിലേക്ക് വരണം. പിന്നെ ഞാൻ 1000 ആഴ്ച കൊടുത്താൽ മതി. ഇത് എന്നെപ്പോലെ ഒരാളെ എംപവർ ചെയ്യുന്നൊരു കാര്യമാണ്. അല്ലാതെ 1,36,000 രൂപ ഒരുമിച്ച് കൊണ്ട് കൊടുക്കാൻ എനിക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ലല്ലോ.
അപ്പോൾ ഗ്ലോബലൈസേഷൻ എല്ലാവർക്കും ദോഷം ചെയ്തു എന്നൊക്കെ പറയുന്നതിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഗ്ലോബലൈസേഷന് കുഴപ്പമുണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. പക്ഷെ അത് മാർജിനൽ വിഭാഗത്തെ ഒന്ന് എംപവർ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ കാണും. ആ നിലക്ക് ഉള്ള സംഗതികൾ നമുക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി അസർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഉണ്ട് എന്ന് പറയുന്നത് ഓൺ ചെയ്യുന്നു. വി ഓൺ ഇറ്റ്. നമ്മൾ ഓൺ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സംഗതിയിൽ നിന്നേ നമുക്ക് തുടങ്ങാൻ പറ്റും. നമ്മൾ നോക്കിയാൽ നമുക്ക് ഈ ബാക്കിയുള്ള കമ്മ്യൂണിറ്റീസിൻ്റെ ഒരു ഹിസ്റ്ററിയൊക്കെ വെച്ച് നോക്കിയാൽ യഥാർത്ഥത്തിൽ ഒന്നും ഇല്ലാത്തവരെ അവരുണ്ടെന്നുള്ളതിൽ നിന്ന് ആരംഭിച്ചത് കൊണ്ടാണ് അവർക്ക് പലതും നേടാൻ ചെയ്യുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പൗരത്വമായിട്ട് നമ്മൾ മാർജിനൽ കമ്മ്യൂണിറ്റി സ്വയം എങ്ങനെ കാണുന്നതെന്നുള്ളൊരു പ്രശ്നമാണ്. അവരില്ലായ്മ, അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് ഭൂമി വേണം സ്ട്രഗിളിലേക്ക് പോകുന്നത്. അത് വേണ്ടി വരും ഇത്. പക്ഷെ ഇല്ല എന്ന് പറയുന്നതിലല്ല, വേണമെന്ന് പറയുന്നതിലേക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കണം ഞാൻ പറയുന്നത്. സർ, നമ്മൾ ദളിത് ഐഡന്റിറ്റി അല്ലെങ്കിൽ ദളിത് ഡിസ്കോഴ്സ് സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഡെവലപ്മെന്റിന്റെ മറവിൽ ഉള്ള ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്ന ആശയം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും എക്സ്ക്ലൂഷൻ എന്ന് പറയുന്ന ഒരു വിഷയത്തെ പറ്റി ഇത്രയും ശക്തമായിട്ട് സംസാരിക്കേണ്ടി വരുമ്പോൾ ഒരു വൈരുദ്ധ്യം എന്നാണ്. ശരിക്കും ഒരു പാരഡോക്സ് അല്ല. അതായത് ഒന്ന് മിത്തും ഒന്ന് റിയാലിറ്റിയുമാണ്. അപ്പൊ ഇതെങ്ങനെയാണ് നമുക്കൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുക? ഫണ്ട് ഒരുപാട് വരുന്നുണ്ട്, പക്ഷെ ഇതൊന്നും അവരുടെ ലൈഫിൽ കാണുന്നു. ഫണ്ട് SC/ST ഡെവലപ്മെന്റ് പറഞ്ഞാൽ ഒത്തിരി തുക അനുവദിക്കുന്നു. ഈ പാരഡോക്സിനെ അഡ്രസ് ചെയ്യുന്നുള്ളതാണ്. ഒരുപാട് കേസുകളാണ് നമുക്കത് ഡെവലപ്മെന്റ് കാണുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ അല്ലേ? ഈ ഉന്നതി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ SC/ST ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക സ്ഥാപനമാണ്. ഇപ്പോൾ വിവാദ നായകനായിരിക്കുന്ന പ്രശാന്ത് IAS, അദ്ദേഹം സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്ന സ്ഥാപനം. നിരവധി ഡോക്യുമെൻറ്റുകൾ കാണാനില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു. അപ്പോൾ ഈ SC/ST ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഫണ്ട് ഇഷ്ടംപോലെ ഒഴുക്കുന്നുണ്ട്. എന്നാൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റോ ഒരു സംഗതിയൊന്നും ഈ വിഭാഗത്തിനിടയിൽ നമുക്ക് കാണാനില്ല. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന സംഗതി, ഈ ഡെവലപ്മെൻറ്റ് SC/ST വിഭാഗങ്ങൾക്ക് ആവശ്യമായ ഡെവലപ്മെൻറ്റ് എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ച വളരെ പഴയതും പരമ്പരാഗതവുമായൊരു ഫ്രെയിം വർക്കാണ് അതിനുള്ളത്. അത് ഫസ്റ്റ് സംഭവം എന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കുക എന്നതാണ്. എഫക്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ എന്നല്ല പറയുന്നത്, കൂടുതൽ നമ്പേഴ്സിന് കൊടുക്കുക. ഇപ്പോൾ 1,00,000 രൂപയുണ്ടെങ്കിൽ 10 രൂപ വെച്ച് 10,000 പേർക്ക് കൊടുക്കാൻ അവർക്ക് താല്പര്യം. ആണ് അതിൻ്റെ ഒരു പാറ്റേൺ. അതല്ലാതെ 2 പേർക്ക് 50,000 വെച്ച് കൊടുത്താൽ 2 കുടുംബങ്ങൾ ഒരുപക്ഷെ രക്ഷപ്പെട്ടേക്കാം. അതൊരിക്കലും സംഭവിക്കാതിരിക്കുകയും ഈ പറയുന്ന 10 രൂപ വെച്ച് കൊടുക്കും. 10 രൂപ പെട്ടെന്ന് തീർന്നു പോകും. 10,000 പേര് രക്ഷപ്പെടത്തുമില്ല. 1,00,000 രൂപ ചെലവഴിച്ചെന്നുള്ള കണക്കും വരും. അപ്പോൾ പണം അങ്ങനെ ചെലവഴിക്കും. ഇത് എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ എതിർ യുക്തിയിലാണ് ഈ പണത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. അതിൻ്റെ ഒരു സംഭവം പറയാം. നമ്മളൊരു ബാങ്കിൽ ഒരു വ്യവസായം തുടങ്ങാൻ അല്ലെങ്കിൽ ഒരു വ്യാപാരം തുടങ്ങാൻ ലോണിന് അപ്രോച്ച് ചെയ്താൽ ബാങ്കുകാരാദ്യം ചോദിക്കുക എത്ര രൂപ വേണം? എനിക്ക് 25 ലക്ഷം രൂപ. 25 ലക്ഷം രൂപ തരാൻ നിങ്ങൾക്ക് എന്താണ് വരുമാനം? അപ്പോൾ എനിക്ക് ഇന്ന വരുമാനമുണ്ട്, ഒരു മാസം 50,000 രൂപ കിട്ടും.
അതിൽ നിന്നൊരു 20,000 രൂപ ഞാൻ തിരിച്ചടയ്ക്കുക. അപ്പോൾ നമ്മുടെ തിരിച്ചടവ് ആസ്തിയാണ്, തിരിച്ചടവ് ശേഷിയാണ് ഈ ലോണിൻ്റെ ഗ്യാരണ്ടി ആയിട്ട് അവർ ആദ്യം സെർച്ച് ചെയ്യുന്നത്. എന്നാൽ SC/ST വകുപ്പ് ഒരാൾക്ക് ലോൺ കൊടുക്കുമ്പോൾ അവർ ഉറപ്പിക്കുന്നത് തിരിച്ചടയ്ക്കാനുള്ള ശേഷിയല്ല, മറിച്ച് 2 ലക്ഷം രൂപയ്ക്കുള്ളൊരു വരുമാനം പാടില്ല എന്നാണ് അവർ നിർബന്ധിക്കുന്നത്. അതിലൂടെ ഇവൻ തിരിച്ചടക്കില്ല എന്നാണ് ഉറപ്പിക്കുന്നത്. അപ്പം തിരിച്ചടക്കില്ല എന്ന് ഉറപ്പിച്ച് കുറച്ച് പേർക്ക് കൊടുക്കുന്നു, അവൻ തിരിച്ചടയ്ക്കാതെ വരുന്നു. കണ്ടോ, അവർ ലോൺ എടുത്താൽ തിരിച്ചടക്കുകയല്ല എന്നുള്ള വീണ്ടും വീണ്ടും ഇതിനെ മാർജിനിൽ ഇമാജിനേഷൻ വെളിയിലേക്ക് പുറന്തള്ളുന്ന ഒരു വ്യാപകമായ ഒരു പൊതുജന ബോധം അതിലൂടെ നിർമ്മിക്കപ്പെടുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആ കുടുംബത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വളരെ ക്രിയേറ്റീവായ പദ്ധതിക്ക് കൊടുക്കേണ്ടതിന് പകരം ഒന്ന് ആട് മേടിച്ചു കൊടുക്കുക, കുട്ടികൾക്ക് സൈക്കിൾ 1000 സൈക്കിൾ 10,000 സൈക്കിളൊക്കെ മേടിച്ചു കൊടുക്കും. ഈ 10,000 സൈക്കിളിനുള്ള പൈസ ഒറ്റയടിക്ക് ഒരു കമ്പനിയിലേക്ക് കൊടുക്കുക. അത് സൈക്കിളിൻ്റെ മാർക്കറ്റ് വിലയേക്കാൾ കൂടുതൽ വില കൊടുത്ത് അത് വാങ്ങുക, പ്ലസ് അതിന് കമ്മീഷൻ മാനേജ്മെൻറ്റ് ഇവർക്ക് കൊടുക്കുകയും ചെയ്യും. വലിയൊരു കച്ചവട നിലക്ക് ഇറങ്ങുകയാണ്. പട്ടികജാതിക്കാരുടെ വരുമാന വർധനവിന് വേണ്ടിയിട്ട് ഈ പണം ചെലവഴിക്കണമെന്ന് പറഞ്ഞിരിക്കെ അതല്ല നടക്കുന്നത്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് യഥാർത്ഥത്തിൽ PWD ആണ് അതിൻ്റെ ഉത്തരവാദിത്വം. പക്ഷേ SC/ST ഫണ്ട് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. അതിനവർ പറയുന്ന ന്യായത്തെ അങ്ങേ അറ്റത്ത് ഒരാൾ താമസിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്തൊരു പട്ടികജാതി കോളനി, ഒരു 8 വീടുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഈ 3 കിലോമീറ്ററും പട്ടികജാതി ഫണ്ട് എടുത്തിട്ട് ഇതങ്ങോട്ട് റോഡ് പണിയുന്ന വിധമുള്ള ദുർവിനിയോഗങ്ങൾ നടക്കുന്നു. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളീ പറയുന്നത് ഈ ഫണ്ട് ഇല്ല കേട്ടോ, അതൊരു തെറ്റിദ്ധാരണയാണ്. ഒരു ബഡ്ജറ്ററി പ്രൊവിഷനാണത്. ആക്ച്വൽ ഫണ്ട് വരത്തില്ല. ആക്ച്വൽ ഫണ്ട് വരുന്നത് അവർ ഈ പറയുന്നത് പോലെ തെറ്റായി വിനിയോഗിക്കുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും അവസാനം കണക്ക് നോക്കുമ്പോഴാണ് 100 കോടി രൂപ മാറ്റി വെച്ചിട്ട് 50 കോടി ചെലവഴിക്കാൻ പറ്റിയില്ല. ഈ 50 കോടി എവിടെ ഇല്ല കേട്ടോ, അത് സർക്കാരിൻ്റെ കയ്യിലുമില്ല, പട്ടികജാതി വകുപ്പിൻ്റെ കയ്യിലുമില്ല. അവർ കൈ വെച്ചിട്ട് അത് ചെലവഴിക്കാതിരിക്കുന്നതല്ല, അത് അലോട്ട് ചെയ്യപ്പെടുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊവിഷൻ മാത്രമാണ്. അത് ഭാവിയിൽ രാഷ്ട്രത്തിന് ഇത്ര രൂപ കിട്ടാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെ കിട്ടിയാൽ അത് ഇങ്ങനെ വീതം വെക്കും എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമാണ് സംഭവം ബഡ്ജറ്റ്. അത് ആക്ച്വൽ ഫണ്ടല്ല. ആക്ച്വൽ ഫണ്ട് വരുമ്പോൾ സമർത്ഥന്മാർ, ഭരണകൂടത്തിന് താല്പര്യമുള്ളവർ, ഗവൺമെൻറ്റിന് താല്പര്യമുള്ള വിഭാഗങ്ങൾ അവർക്കൊക്കെ വീതം വെച്ചു. ഇപ്പോൾ SC/ST വിദ്യാർത്ഥികൾക്ക് ഗ്രാൻഡ് കിട്ടുന്നില്ല. ഗ്രാൻഡ് കിട്ടാത്തതിൻ്റെ സംഗതി എന്ന് പറയുന്നത് പട്ടികജാതി വകുപ്പിലേക്ക് പൈസ വരും. പൈസ വരുന്ന അന്ന് ആ ദിവസം തന്നെ ഈ എയ്ഡഡ് മേഖലയിലെ ഹോസ്റ്റൽ നടത്തുന്ന എല്ലാ കോളേജുകളിലേക്കും ഓൺ ടൈമിൽ വിവരം പാസ് ചെയ്യും. അവരന്ന് തന്നെ വൈകുന്നേരം അവരുടെ ബില്ലെത്തിക്കും, പിറ്റേ ദിവസം അവർ മാറിക്കൊണ്ടുപോകും. ഇത് അറിഞ്ഞു കേട്ട് ദലിത് വിദ്യാർത്ഥികൾ ഗ്രാൻഡ് അന്വേഷിച്ചാലും പൈസ തീർന്ന് ഇനി അടുത്ത അലോട്ട്മെൻറ്റ് വരട്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെ പല രൂപത്തിൽ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ വിഭാഗത്തോട് അവർക്ക് എന്താണ് ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ളത് എന്നൊരു ഡിസ്കഷൻ ഒരിക്കൽ പോലും നടന്നിട്ടില്ല. അത് ഈ ബ്യൂറോക്രാറ്റുകൾ തീരുമാനിച്ചൊരു പദ്ധതി. ഇപ്പം വ്യവസായം തുടങ്ങണം, കപ്പൽ വ്യവസായത്തിൽ കോൺട്രാക്റ്റ് 3 ദളിതർക്ക് കൊടുത്തേക്കാം എന്ന് കേരള ഗവൺമെൻറ് തീരുമാനിക്കാറില്ല. വ്യവസായം, പട്ടികജാതിക്കാർക്ക് വ്യവസായം, മെഴുകുതിരി നിർമ്മാണം നടത്തിയേക്കാം. പെട്ടെന്ന് ഒരു തലക്കത് മെഴുകുതിരി വന്ന് കയറും. ഇതെവിടെ നിന്നാണ് ഇത് വരുന്നത്? കാരണം ഇവരെ ഒരിക്കലും ഒരു തുല്യ പൗരന്മാരായിട്ട് അവർ കാണുന്നില്ല. അതിൻ്റെ ഒരു ബേസിക്കായൊരു പ്രശ്നമുണ്ട്. ഒന്ന്, വേറൊരു പ്രധാന സംഗതി, ഈ എക്കണോമിക്സിനകത്ത് പരമദരിദ്രർ, വീട്ടിൽ അരി മേടിക്കാൻ പൈസ ഇല്ലാത്തവന്
കച്ചവടം തുടങ്ങാൻ 5000 രൂപ കൊടുത്താൽ അവൻ ആദ്യം ചെയ്യുന്നത് അതിൽ നിന്ന് 100 രൂപ എടുത്ത് 2 കിലോ അരി മേടിക്കുകയേ ചെയ്യത്തുള്ളൂ. അതവൻ്റെ കുറ്റമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ അരി മേടിക്കാൻ ദരിദ്രന് മാത്രമേ ഇവർ 5000 കൊടുക്കുള്ളൂ. അതായത് അരി മേടിക്കുന്ന ഒരുത്തിന് 5000 കൊടുക്കുകയാണെങ്കിൽ അവൻ കച്ചവടം നടത്തും, അവന് കുടിക്കുക, അവന് വരുമാനം കൂടുതലാണ് അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ബാങ്കിങ്ങിൻ്റെ യുക്തിക്ക് നേർ വിപരീത യുക്തിയിലാണ് ഇത് വിതരണം ചെയ്യുന്നത്. ഓട്ടോറിക്ഷ മേടിക്കാൻ അതും നമ്മൾ ശ്രദ്ധിക്കണം. പട്ടികജാതിക്കാർക്കുള്ള കാര്യങ്ങൾക്ക് മുഴുവനും വലിയ പരസ്യമാണ്. പത്രങ്ങളിൽ വലിയ വെണ്ടയ്ക്ക നിരത്തും. 1000 പേർക്ക് ജീപ്പ് മേടിക്കാൻ ലോൺ. 1000 പേർക്ക് കിട്ടിയതായിട്ടാണ് സമൂഹം കരുതുന്നത്. ലോൺ ആപ്ലിക്കേഷൻ ചെല്ലുമ്പോൾ അറിയുന്നത് 3 ഉദ്യോഗസ്ഥന്മാരുടെ ജാമ്യം, വസ്തു ജാമ്യം, പിന്നെ അവനെക്കൊണ്ട് ജീവിതത്തിൽ സാധ്യമല്ലാത്ത വലിയ ലിസ്റ്റിങ് കൊടുക്കുക. ആർക്കും എല്ലാവരും ഇവർ കൊടുക്കുന്നില്ല, 1-2 പേർക്ക് കൊടുക്കുന്നത്. 1000 എന്നൊക്കെ പറയണതല്ലാതെ ഇവർക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഇത് എല്ലാ തരത്തിലും. ഇപ്പം ഞാൻ ഈ ബാലൻ എന്ന് പറയുന്ന നമ്മുടെ കാസർഗോഡുള്ള ജർമ്മനി പോയ പഴയ കക്ഷിയുണ്ടല്ലോ, വിവാദ നായകൻ, അവിടെ ഇപ്പം സ്റ്റാർട്ടപ്പ് നടത്തി ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന കക്ഷി. ഈ ബാലൻ അവൻ്റെ വിദേശത്ത് പഠിക്കാനുള്ള ലോൺ പട്ടികജാതി വകുപ്പ് കൊടുക്കുന്നു. ആപ്ലിക്കേഷൻ കൊടുത്തു, അന്വേഷിക്കാൻ ചെന്നു. ഫ്രണ്ടിലൊരാളിരിപ്പുണ്ട്. അയാളോട് ചെന്ന് പറയുന്ന പോലെ വിദേശത്ത് പോകാൻ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു, അത് അന്വേഷിക്കാൻ പറ്റും. പക്ഷേ അവിടെ ഇരിക്കുന്ന LD ക്ലർക്ക് പെട്ടെന്ന് ഈ ബാലനോട് ചോദിക്കുന്നൊരു ചോദ്യം, നീ എന്തിനാണ് വിദേശത്ത് പഠിക്കുന്നത്? നിനക്ക് ഇവിടെയൊക്കെ പഠിക്കാൻ പോരുന്നത്? എന്തായിരിക്കും അവൻ്റെ ഒരു മനോഘടന? നീ എന്തിനാ വിദേശത്ത് നിനക്ക് ഇവിടെയൊക്കെ പഠിക്കാൻ പോരുന്നത്? ഒരു LD ക്ലർക്ക് ചോദിക്കുക. ഇതിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നൊരു പയ്യനാണെങ്കിൽ അവനത് ചോദിക്കില്ല. അവന് വേണ്ട സഹായം ചെയ്തു കൊടുക്കും. ഇവനോട് നിന്റെ ആൾക്കാരല്ല ഇവിടെ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ നീ എന്തിനാ വിദേശത്ത് പോകണമെന്നായി അവനോട് പട്ടിണി കിടന്ന് മരിക്കണം? ഇവരെന്നെ ഉദ്ദേശിക്കുന്നത് അത്രയും കടുത്ത വിവേചനവും തടസ്സപ്പെടുത്തലുകളും വിപരീത റിവേഴ്സ് ലോജിക്കും കൊണ്ടാണ് യഥാർത്ഥ ഗുണഭോക്താവിലേക്ക് വരാറ്. ഇതിൻ്റെ വികസനത്തിൻ്റെ ഒരു കാര്യം കൂടി പറയാം. അട്ടപ്പാടിയിൽ നമ്മൾ കാണുന്ന വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെപ്പോഴും ഒന്നില്ലെങ്കിൽ ആരെങ്കിലും ആന ചവിട്ടി കൊല്ലണം, അതല്ലെങ്കിൽ ഗർഭിണിയെ പ്രസവിക്കാനായിട്ട് എടുത്തുകൊണ്ട് വരണം. ഇത്തരം ചിത്രങ്ങൾ നമ്മളെപ്പോഴും കാണും. അല്ലെങ്കിൽ മധുവിനെ ചവിട്ടിക്കൊള്ളണം. ഈ 2 വർഷം മുമ്പ് നടന്ന സൗന്ദര്യ മത്സരത്തിൽ 2ാം സമ്മാനം കിട്ടിയത് അട്ടപ്പാടിയിലെ ഒരു ആദിവാസി പെൺകുട്ടിക്ക്. ആരും അറിയുന്നില്ല, അത് പത്രക്കാർക്കൊരു വാർത്തയല്ല. അവളെ ആരെങ്കിലും ബലാത്സംഗം ചെയ്യുമായിരുന്നെങ്കിൽ പിറ്റേ ദിവസം വലിയ വാർത്ത. എന്നോ വികൃത മനസ്സാന്ന് ഓർക്കണതൊക്കെ. ഇവരുടെ ഒരു കൊച്ചു സന്തോഷങ്ങളും നമ്മൾ ഷെയർ ചെയ്യേണ്ടതല്ലേ? ഇത്രയും അവഗണിക്കപ്പെട്ടൊരു വിഭാഗം. അതിനകത്തുനിന്നൊരു സുന്ദരി ഉണ്ടായി വന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മളെല്ലാവരും അറിയുകയും ഞങ്ങളെന്തായാലും വിളിച്ച് ആ കുട്ടിക്കൊരു അവാർഡൊക്കെ കൊടുക്കുകയും ഒരു സാമ്പത്തിക അടക്കം ഒരു അവാർഡൊക്കെ കൊടുത്തു. വേറെ ആരും കൊടുക്കാനില്ലാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ കൊടുത്തത്. അപ്പോൾ അവിടെ നടക്കുന്നൊരു കാര്യമാണ് വികസനമായി. ഈ ഫോട്ടോ വരുന്നുണ്ടല്ലോ, ഈ ഗർഭിണിയെ എടുത്തുകൊണ്ട് വരുന്ന ഫോട്ടോ വെറുതെ വരുന്നതല്ല, വലിയ കോക്കസാണ്. അപ്പം നമ്മൾ ഈ ഫോട്ടോ കണ്ടുകൊണ്ട് ചുമ്മാ വെറുതെ ഇരിക്കുന്ന വായനക്കാർ ഇവർക്ക് ഇതിനെ നേരമുള്ളൂ എന്ന് തോന്നി. പ്രസവിക്കാൻ ആ വഴി പുഴയില്ലാത്തതുകൊണ്ട് അവിടെ ചെന്ന് കിടന്ന് ഗർഭം ആയിട്ട് പിന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാൻ വേറെ കുറേ ആൾക്കാർ പുഴ നീന്തിക്കിടക്കുന്നു, അതിസാഹസികമായി വരുന്നു. സെൻസേഷണൽ ന്യൂസാണ്. പെട്ടെന്ന് അവൻ്റെ ചില ഭാവനകളൊക്കെ വെച്ച് വാർത്തയൊക്കെ എഴുതി വരിക. ഇതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഊരിലേക്ക് വഴിയില്ല. ഗർഭിണിയായ സ്ത്രീയെ ചുമന്നുകൊണ്ട് പോകേണ്ട ഗതികേട്. പിറ്റേ ദിവസം മന്ത്രിസഭ തീരുമാനിച്ചു ഊരിലേക്കുള്ള വഴി വെട്ടാൻ 100 കോടി രൂപ. അങ്ങനെ 100 കോടി കൊടുത്താൽ ആ 100 കോടി ഉപയോഗിച്ച് അത് വഴി വെട്ടുന്നുണ്ടെന്ന് ഉറപ്പിക്കാനൊരു മോണിറ്ററിങ് സമ്പ്രദായം ഇല്ല അവിടെ. അവന് 25-30 കോടി അല്ല കൂടി വന്നാൽ 50 കോടി കൊണ്ട് ആ റോഡങ്ങ് വിട്ടു. ബാക്കി അവരെല്ലാം വീതിച്ചെടുക്കും. 3-ാം കൊല്ലം റോഡ് പൊളിയും.
അന്നാരും ഒരു ഗർഭിണിയെ തപ്പിയെടുത്തുകൊണ്ട് വന്ന് തോന്നുന്നുണ്ട്. ഇതാ അവിടെ നടക്കുന്ന കാര്യം. ഞാൻ ഇത് വെറുതെ പറയുന്നല്ല. അന്നാരം അവരെവിടെ നിന്നെങ്കിലും ഒരു ഗർഭിണിയെ പൊക്കിക്കൊണ്ട് വരും, ഫോട്ടോ എടുക്കും, പത്രത്തിൽ. വർഷങ്ങളായി നടക്കുന്ന കാര്യമായി, വർഷങ്ങൾ. അപ്പോൾ പണമുണ്ട്, ഗവൺമെൻറ് കൊടുക്കാൻ ബാധ്യസ്ഥമാണ്, അവർക്ക് പൈസ കൊടുക്കണം. പക്ഷേ അതാ യഥാർത്ഥ ഗുണഭോക്താവിലെത്തില്ല, ഇടനിലക്കാരാണ്. അട്ടപ്പാടിയിലെ റവന്യൂ ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ, ഇവരെല്ലാവരും ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഒറ്റക്കെട്ടാണ്. അവർ വലിയ വലിയ കോക്കസാണ്. അവരെ നിയന്ത്രിക്കുന്നത് കുടിയേറ്റക്കാരാണ്. കുടിയേറ്റക്കാരാണ് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ. അവിടുത്തെ MLA കുടിയേറ്റക്കാരാണ്, ഒരിക്കലും ആദിവാസിയല്ല. ഇങ്ങനെ ഏത് വഴി നോക്കിയാൽ ആദിവാസി അനാഥനാവുക എന്നുള്ളതല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ലാത്ത വിധം മോശമാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ആ വികസനത്തിൽ ആ റിവേഴ്സ് ലോജിക്ക് മറിച്ചിടാതെ കൃത്യമായി എഫക്റ്റീവായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാതെ അതിലെന്തെങ്കിലും ഒരു ഫലമുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ഒരു വലിയൊരു പരിമിതി. അത് പലപ്പോഴും ഇന്ത്യൻ സമൂഹത്തെ മനസ്സിലാക്കുന്നതിൽ വലിയ പരാധീനതകളുള്ള ഒരു ബ്രാഞ്ചാണ്. ഇന്ത്യൻ പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ, മോഡേൺ പൊളിറ്റിക്കൽ ഫിലോസഫി എന്ന് വിളിക്കാവുന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ ഒക്കെ ഉള്ളവരുടെ ഒരു പൊളിറ്റിക്കൽ അനാലിസിസിലും കാസ്റ്റ് എന്ന് പറയുന്ന സംവിധാനത്തെ ആഴത്തിലും അതിൻ്റെ പരപ്പിലും മനസ്സിലാക്കുന്നതിൽ അത് വളരെയേറെ പരിമിതികൾ നേരിടും. അപ്പം അതുകൊണ്ട് 40കളിൽ ഇന്ത്യക്കകത്ത് കേരളത്തിനകത്തൊരു പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി രൂപം കൊള്ളുന്ന ഘട്ടത്തിൽ, അന്നേരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒക്കെ രൂപം കൊള്ളുന്നൊരു ഘട്ടത്തിൽ അവർ ദേശീയത, പൗരത്വം, പൗരാവകാശങ്ങൾ, സ്വാതന്ത്ര്യം, കൊളോണിയൽ വിരുദ്ധത തുടങ്ങിയ പുതിയ ചില ടേമിലൂടെ ഇന്ത്യയെ ഡിഫൈൻ ചെയ്യുന്നൊരു ഘട്ടത്തിൽ ജാതി അപ്രത്യക്ഷമായി എന്നൊരു വാദം ഉയർന്നു വന്നതാണ്. ജാതി അപ്രത്യക്ഷമായി, ജാതി ദുർബലപ്പെട്ടിരിക്കുന്നു. കാസ്റ്റ് ഈസ് എ പ്രീ മോഡേൺ സോഷ്യൽ എൻറ്റിറ്റി. ആധുനിക പൂർവമായ ഒരു സാമൂഹ്യ സംവിധാനം എന്നുള്ള നിലയിൽ ആധുനിക കാലഘട്ടത്തിൽ അത് ദുർബലപ്പെടുകയോ അപ്രത്യക്ഷമാകുകയോ ചെയ്തിട്ടുണ്ട് എന്നൊരു സങ്കല്പം അന്നുണ്ടായി വന്നു. അങ്ങനെ ഉണ്ടായി വന്നെങ്കിൽ യഥാർത്ഥത്തിൽ കാസ്റ്റ് അപ്രത്യക്ഷമാകുകയായിരുന്നില്ല, അത് മറച്ചു വയ്ക്കപ്പെടുകയോ മറച്ചു പിടിക്കപ്പെടുകയോ ആയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് കാസ്റ്റ് എങ്ങും പോയിരുന്നില്ല. 40കളിലോ 50കളിലോ 60കളിലോ ആണ് കാസ്റ്റ് ഇല്ല, ജാതിയില്ല, വർഗമേ ഉള്ളൂ എന്നുള്ള വാദം കേരളത്തിൽ ശക്തിപ്പെട്ടത്. ഈ ഘട്ടത്തിലൊന്നും വ്യാപകമായി, ഇന്നത്തേതിനേക്കാൾ വ്യാപകമായി ഇന്റർ കാസ്റ്റ് മാരേജ് ഒന്നും നടന്നതായിട്ട് ഒരു ചരിത്രരേഖയും തെളിയിക്കുന്നില്ല. ജാതി അങ്ങ് അപ്രത്യക്ഷമാവുകയാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം സ്വാഭാവികമായിട്ട് ഉണ്ടായി വരേണ്ടതാണ്. അത് ഉണ്ടായതായിട്ട് ഒരു രേഖയും തെളിയിക്കുന്നില്ല. ഇന്നാണ് പിന്നെയും കൂടുതൽ നടക്കുന്നത്. ഇന്റർ റിലീജിയസ് ആൻഡ് ഇന്റർ കാസ്റ്റ് മാരേജ് കൂടുതൽ നടക്കുന്നത് താരതമ്യേന നമ്മുടെ ഈ കാലഘട്ടത്തിലാണ്. അന്നായിരുന്നില്ല. ജാതി ഓടിപ്പോയി എന്ന് പറഞ്ഞ കാലഘട്ടത്തിലായിരുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്ന അതൊരു ഈ കാസ്റ്റിനെ പബ്ലിക് ഡിസ്കോഴ്സിൽ നിന്നും പുറത്ത് നിർത്തിയാൽ മാത്രമേ ഈ ക്ലാസ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു യാന്ത്രികവാദപരമായ ഒരു സംഗതിയെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായിരുന്നത് ശ്രീനാരായണ ഗുരു കേരളത്തെ നോക്കിക്കണ്ടപ്പോൾ കേരളം ജാതിയുടെയും വിവേചനത്തിൻ്റെയും അതിക്രമങ്ങളുടെയും ഒരു നാടായി മനസ്സിലാക്കുകയും ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് ധർമ്മം മതി എന്ന് പറയുന്ന സഹോദരനെ പോലൊരു അനുയായി ഗുരുവിനുണ്ടാവുകയും ഒരു ജാതി, ഉണർന്നു പെറുന്നതെല്ലാം ഒരു ജാതി എന്ന് ലോകത്തോട് പറയുന്ന, സാഹോദര്യപൂർവ്വം എല്ലാവരും ജീവിക്കണമെന്ന് പറയുന്ന വിധം ഒരു വലിയ പുതിയ മനുഷ്യ സങ്കല്പം ഗുരുവിൽ രൂഢമൂലമാണ്. പക്ഷെ ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് രൂപം കൊള്ളുമ്പോൾ ഇവരുടെയൊക്കെ പ്രശ്നം, ജനങ്ങളുടെ പ്രശ്നം കൂലിക്കൂടുതലിൻ്റെയോ തൊഴിൽ സമയത്തിൻ്റെയോ മാത്രമായി ചുരുങ്ങി അവർ നേരിടുന്ന ആന്തരികമായ ഒരു വലിയ മനുഷ്യ പ്രതിസന്ധി മാഞ്ഞു പോവുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അപ്പോൾ
അതിലൂടെ കാസ്റ്റ് തിരിച്ചു വരികയാണെന്നുള്ള വാദം ഇതിനെ പിൻപറ്റുന്നവർ പറയുന്നൊരു കാര്യമാണ്. 60-ലെ യുക്തി ശരിയാണ് എന്ന് വിചാരിക്കുന്നവരാണ് ഇപ്പോൾ ജാതി തിരിച്ചു വരികയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ജാതി തിരിച്ചു വരികയില്ല, ജാതി എങ്ങും പോയിരുന്നില്ല. യഥാർത്ഥം ജാതി നമ്മുടെ ഡിസ്കോഴ്സിലേക്ക് ഒരു ഘട്ടത്തിൽ അപ്രത്യക്ഷമായി, നമ്മുടെ ചർച്ചകളിൽ നിന്നും സംവാദങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായി. അത് ശരിയാണ്. പക്ഷെ ജാതി അതുകൊണ്ട് സമൂഹത്തിൽ നിന്ന് പോയിരുന്നില്ല. ജാതിയെ നമ്മൾ കൺഫ്രണ്ട് ചെയ്തില്ല, അഭിസംബോധന ചെയ്തില്ല എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഇപ്പം ജാതി എവിടെ പോയ ജാതി ഇങ്ങോട്ട് തിരിച്ചു വന്നല്ല, ഇവിടെ ഉണ്ടായിരുന്ന ജാതിയെ നമ്മൾ കൺഫ്രണ്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ജാതി പ്രത്യക്ഷമായി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ജാതി പോയിട്ട് തിരിച്ചു വന്നു എന്ന് പറയാൻ മാത്രമുള്ളൊരു എന്തെങ്കിലും തെളിവ് ചരിത്രത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സമയം ഒരു മണിയോടടുത്ത് ചർച്ച ക്ലാസ് റൂമുകളിൽ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നന്ദി അറിയിക്കുന്നതിനായി സംഘടന ഇവിടെ വളരെ വിശദമായി തന്നെ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് സന്നിമാഷ് സംസാരിക്കുകയുണ്ടായി. പൗരത്വത്തെ പറ്റിയും പൗരനും പൗരത്വവും തമ്മിലുള്ള വ്യത്യാസവും അതെങ്ങനെയാണ് ചില വിഭാഗങ്ങളെ വളരെ ബോധപൂർവമായിട്ട് മാറ്റി നിർത്തുന്നത് എന്നുള്ളതും നമുക്ക് മനസ്സിലാവുകയുണ്ടായി. ഇത്തരത്തിലൊരു ലെക്ചർ നയിച്ചതിന് സന്നിമാഷിനോട് ഈ IMDSS ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമായിട്ടും ഇവിടെ കൂടി ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഭാഗമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത നമ്മുടെ ഡയറക്ടർ ബിജുലാൽ സാറ്, മറ്റ് ഫാക്കൽറ്റീസ്, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ എന്നിവരോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ ഒരു കോഴ്സ് വർക്കിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളും പഠനങ്ങളും നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ തുടരാം. വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന ലെക്ചർ സീരീസിലും നല്ല രീതിയിലുള്ള പങ്കാളിത്തവും അതുപോലെ തന്നെ ചർച്ചകളും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു.